ബാബു സബരി സബുർ പറയുന്ന ബാബാണ്. ഖാലല്ലാഹു തആല യാ അയ്യുഹല്ലദീന ആമനു സ്ബിറു വസാബിറൂ, സ്വയം ക്ഷമിക്കണേ, മറ്റുള്ളവർക്ക് ക്ഷമ കൊണ്ട് നിങ്ങൾ ആവേശമുണ്ടാക്കണേ. വറാബിത്തു, നിങ്ങൾ മുറാബത്ത് ചെയ്യണേ. മുറാബത്ത എന്ന് പറഞ്ഞാൽ റിബാത്ത്, കുതിരട്ടി പാർക്കുക എന്നാ പഴയ മലയാളം. യുദ്ധത്തിന് എപ്പം വിളിച്ചാലും പോകാൻ വേണ്ടി കാണ്ട് സജ്ജരായി നിൽക്കുക. വകാലത്താല അല്ല പറയാണ്, വലനബുലുവന്നകും ബിശൈ, നിശ്ചയം ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും, പടച്ചവനാണ് സത്യം. മിനൽ ഖൗഫി വൽ ജൂഇ, ഭയത്തിൽ നിന്നും അതുപോലെ തന്നെ വിശപ്പിൽ നിന്നുമുള്ള ചില ശൈകളെ കൊണ്ട് പരീക്ഷിക്കും. വനഖ്സിം മിനൽ അംവാൽ, സമ്പത്തിൽ നിന്ന് ചുരുക്കിക്കൊണ്ടും, വല്ലംഫുസി, വ്യക്തികളെ ചുരുക്കിക്കൊണ്ടും, മക്കളെ മരിപ്പിച്ചിട്ടും, ഭാര്യമാരെ മരിപ്പിച്ചിട്ടും, ഭർത്താക്കന്മാരെ മരിപ്പിച്ചിട്ടും ഒക്കെ, വസമറാത്തി, പഴങ്ങളിൽ നിന്ന് കുറച്ചിട്ടും, വശിരി സാബിരീൻ, ആ സമയത്ത് ക്ഷമിക്കുന്നവരാരാണോ അവർക്ക് നബിയെ തങ്ങൾ സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. വഖാല തആല അല്ലാഹ് പറയാണ്, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമിക്കുന്ന ആളുകൾക്ക് പൂർണ്ണമായി നൽകപ്പെടും അജ്റഹും, അവരുടെ പ്രതിഫലം, ബിഗൈരി ഹിസാബ്, ഒരു വിചാരണയുമില്ലാതെ കയ്യും കണക്കുമില്ലാതെ കൊടുക്കുന്നതാണ്. ക്ഷമക്ക് പറഞ്ഞാൽ തീർക്കൂല, അവർണ്ണനീയമാണ്, അത്ര വലിയ കൂലിയാണ്. വഖാല തആല അല്ലാഹ് പറഞ്ഞു, വലമൻ സബറ വഗഫർ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ, പടച്ചോനാണ് സത്യം. ലമൻ സബറ, ക്ഷമിക്കുകയും, വഗഫറ, അത് മറച്ചു വെക്കുകയും ചെയ്തവനുണ്ടല്ലോ, അങ്ങനെ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ, അത് കാര്യങ്ങളെ കൂട്ടത്തിൽ, മനക്കരുത്തുള്ള കാര്യങ്ങളെ കൂട്ടത്തിൽ പെട്ടതാണ്, കൂലി കിട്ടുമെന്ന് ഉറപ്പുള്ള അമലിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണ് എന്നൊക്കെ തഫ്സീർ പറയാം. വകാലത്താല അല്ല പറയാണ്, ഇസ്തഈനൂ, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം കിട്ടാനും നരകം രക്ഷപ്പെടാനും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടണം. ബിസ്സബർ, സബർ ഒരു വഴിയാക്കിങ്ങാണ്ടും, സ്വലാത്തിന് ഒരുപാട് തഫ്സീറുണ്ട്. സ്വലാത്ത് എല്ലാന്നും നിസ്കരിച്ചാന്നും ദ്വാരിക്കാൻ വെക്കണ്ട കേട്ടോ. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായം ആർക്കാണ്? സാബിരീങ്ങൾക്കാണ്. വഖാല തആല അല്ല പറയാണ്, വലനബ്ലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീൻ, നിശ്ചയം നമ്മൾ നിങ്ങൾ പരീക്ഷിക്കുക തന്നെ ചെയ്യും, ജിഹാദ് ചെയ്യാൻ തയ്യാറുള്ള ആളുകളെ നമ്മൾ അറിയുന്നത് വരെ, മിൻകും നിങ്ങളെ കൂട്ടത്തിൽ നിന്ന്, വസ്സാബിരീൻ, ക്ഷമിക്കാൻ തയ്യാറുള്ള ആളുകളെയും, അത് ഇല്ലാത്ത ആളുകൾ ആരാണ് എന്നും വേർതിരിച്ചറിയുന്നത് വരെ നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലായാത്ത് ഫിൽ അംരി ബിസ്സബ്രി വബയാനി ഫദ്ലിഹി, ക്ഷമ കൊണ്ട് കൽപ്പിക്കുന്ന വിഷയത്തിലും അതിൻ്റെ മഹത്വം ബയാൻ ചെയ്യുന്നതിലുമുള്ള വരുന്ന ആയത്തുകൾ കസീറത്തും മഅറൂഫത്തുൻ, അധികരിച്ചതുമാണ്, അറിയപ്പെട്ടതുമാണ്. വൻ നബി മാലിക്കിൻ ഹാരിസ് ബിൻ ആസിം അശ്അരി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത്ത്ഹൂർ ശത്റുൽ ഈമാൻ, ശുദ്ധി എന്നത് ഈമാൻ്റെ പകുതിയാണ്. അത് ശാരീരിക ശുദ്ധിയാകാം, അത് ആത്മീയ ശുദ്ധിയാകാം, അതല്ലെങ്കിലോ എന്തൊക്കെ ശുദ്ധി ഇങ്ങ് പറയാൻ പറ്റുമോ അശുദ്ധിയൊക്കെ ആകാം. അത് ഈമാൻ്റെ പകുതിയാണ്. വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, അൽഹംദുലില്ലാഹ്, എല്ലാ ഹംദും അള്ളാഹുവിലേക്ക് അർപ്പിക്കുന്നൊരു കൽബുണ്ട്. അള്ളാഹുവിൻ്റെ സൂഫിയന്മാരായ ആളുകൾക്ക് അവൻ്റെ നാവിൽ നിന്ന് വരുന്നൊരു ഹംദും കൽബിൽ നിന്ന് വരുന്ന ഹംദും നാളെ മീസാനെ നിറക്കാൻ പര്യാപ്തമാണ്. അൽഹംദുലില്ലാഹി ചില്ലറല്ല. നമ്മളിങ്ങനെ അൽഹംദുലില്ലാഹ് തുമ്മിയാൽ അപ്പോൾ ശ്രദ്ധ ഉടയുവാണ്. ശരിക്കും അൽഹംദുലില്ലാഹ് തിന്ന് കഴിഞ്ഞിട്ട് മറ്റൊക്കെ പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഉണ്ടല്ലോ, അല്ല വെറുതെ പറഞ്ഞാൽ അൽഹംദുലില്ലാഹട്ടെ, അതൊക്കെ ആ കൽബ് കൊടുക്കാൻ എത്തി അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ ഒറ്റ ദിക്റിൻ്റെ മതി മീസാൻ നിറക്കാൻ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ്, അതിലേക്ക് സുബ്ഹാന നീ കൂട്ടിങ്ങാണ്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി എന്നതുണ്ടല്ലോ, തംലആനി ഔ തംലഉ ശക്കുറാവിയാൻ, അത് നിറക്കും. മാ ബൈന സമാവാതി വൽ അർദ്, ആകാശഭൂമികൾക്കിടയിലുള്ള സർവ്വവും നിറക്കാൻ മാത്രം പര്യാപ്തമാണ് ആ ദിക്ർ, ചില്ലറ ദിക്റല്ലത്. വസ്സലാത്തു നൂർ, നിസ്കാരം നാളെ മഹ്ശറിൽ വരുന്ന നേരത്തെ അവനിക്ക് നൂറാണ്, മുമ്പിലും പിമ്പിലും വലതും ഇടതും. വസ്സദഖത്തു ബുർഹാൻ,
സ്വതക്കൊരു വഴി കാട്ടിയാൻ, സ്വർഗത്തിലേക്ക് വഴി കാണിക്കാൻ സ്വതക്കുണ്ടാകും. വസ്വബ്രുളിയാ, ക്ഷമായ നാളെ ഒരു ശോഭയാൻ, തിളക്കമാൻ. വൽ ഖുർആൻ ഹുജ്ജത്തുൻ ലക വലൈക, ഖുർആനോടോ നിനക്ക് ഗുണമായിട്ടോ കേടായിട്ടോ രണ്ടാലും നിലക്കും നാളെ മഹ്ശറിൽ നിനക്ക് സാക്ഷിയാണ്. ഒന്നിക്ക് കേടായിട്ട് സാക്ഷിയാണ്, അല്ലെങ്കിൽ ഗുണമായിട്ട് സാക്ഷിയാണ്. അത് മട്ടം പോലെ ഓതിക്കൊണ്ട് അതുകൊണ്ട് മട്ടം പോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഗുണമാകും, അല്ലെങ്കിൽ നേരെ മറിച്ചുമാകും. കൊല്ലുന്നാസി, സർവ്വജനങ്ങളും യഗ്ദോ, നേരം വെളുത്തു നേരം രാവിലെ പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് നഫ്സഹു, എന്നിട്ട് അവൻ നഫ്സിനെ അവൻ വിറ്റുകളയുന്നു. ഫമുഅ്തിഖുവ, ഒന്നുകിൽ അവനെ നരകത്തിൽ നിന്നതിനെ മോചിപ്പിക്കുന്നു. ഔ മോചിപ്പിക്കുവാൻ നരകത്തിലേക്ക് തള്ളി വീഴ്ത്തുന്നു. റവാഹു മുസ്ലിം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. وعن أبي سعيد بن مالك بن سنان الخدري رضي الله عنهما أن رأسا من الأنصار, അൻസാരികൾപ്പെട്ട കുറച്ച് ആളുകൾ സാലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്തനബിയോട് അവർ ചോദിച്ചു. ഫഅത്താഹും, മുത്തനബി അവർക്ക് വാരിക്കോരി കൊടുത്തു. സുമ്മ സാലുഹും, പിന്നെയും ചോദിച്ചു. ഫഅത്താഹും, പിന്നെയും കൊടുത്തു. ഹത്താ നഫിദമാ ഇൻദോ, തങ്ങളുടെ കൈവശം മുഴുവൻ തീർന്നു. ഫഖാല ലഹും, തങ്ങൾ അവരോട് പറഞ്ഞു. ഹീന അംവക കുല്ല ശൈഇൻ ബിയദിഹി, കൈവശമുള്ള സർവവും കൊടുത്ത് തീർന്നപ്പോൾ പറഞ്ഞു. മായക്കുൻ ഇന്ദി മിൻ ഖൈർ, മായക്കുൻ ഇന്ദി, എൻ്റെ അടുത്ത് ഉണ്ടാവുകയാണെങ്കിൽ, മിൻ ഖൈരിൻ, സമ്പത്തിൽ നിന്ന് വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ, ഫലൻ അദ്ഖറഹു അൻകും, നിശ്ചയം അതിനെ നിങ്ങളെ തൊട്ട് ഞാൻ വിട്ട് സൂക്ഷിക്കുകയില്ല. പിന്നെ വമൻ യസ്തഅഫിഫ്, ആരെങ്കിലും ഇഫത്തിനെ തേടിയാൽ ഇഫഹുല്ലാഹ്, അല്ലാഹു അവനെ അഫീഫാക്കി മാറ്റും. കുറ്റമുക്തനാക്കണേന്ന് അള്ളാഹിനോട് തേടിയാൽ അള്ളാഹു എന്നെ കുറ്റമുക്തനായ ജീവിതം നയിക്കുന്നവനാക്കി മാറ്റും. വമൻ യസ്തഗ്നി, ആരെങ്കിലും ഗിന തേടിയാൽ യുഗ്നിഹില്ലാഹ്, അല്ലാഹു അവനെ ഐശ്വര്യവാനാക്കി മാറ്റും. വേറൊരാളുടെ കൈ നീട്ടാതെ ജീവിക്കാനുള്ള വഴി ഉണ്ടാകണമെന്ന് വിചാരിച്ചാൽ അള്ളാഹു അങ്ങനെ ആക്കി മാറ്റും. ഒമൻ യതസബ്ബർ, ആരെങ്കിലും ക്ഷമ പരിശീലിപ്പിച്ചാൽ യുസബ്ബിറുഹുല്ലാഹു, അല്ലാഹു അവനെ ക്ഷമയുള്ളവനാക്കി മാറ്റും. ഒമൻ ഉഅ്തി വമാ ഉഅ്തി അഹദുൻ, ഒരാൾക്ക് നൽകപ്പെടുന്ന അല്ല ഒരു ധർമ്മവും ഖൈറൻ ശ്രേഷ്ഠവും വിശാലവുമായ മിനസ്സബരി, ക്ഷമയേക്കാൾ വിശാലവും ക്ഷമയേക്കാൾ ഖൈറുമായ ഒരു ധർമ്മവും ഒരാൾക്കും അള്ളാഹിൻ്റെ ഭാഗത്തിൽ നൽകപ്പെട്ടിട്ടില്ല. ഏറ്റവും കിട്ടിയാൽ വലിയ അനുഗ്രഹം തന്നെയാണ് ക്ഷമിക്കാനുള്ള മനസ്സ്. وعن أبي يحيى صهيب بن سنان رضي الله عنه أنه قال قال رسول الله അജബല്ലി അംരിൽ മുഅ്മിനി, മുഅ്മിനിന്റെ കാര്യം മഹാത്ഭുതം. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന് കിട്ടുന്ന മുഴുവനും അവന് ഖൈറാണ്. വലൈസ ദാലിക ലി അഹദിൻ, മുഅ്മിനിക്കല്ലാതെ ഒരാൾക്കും ഈ ഒരു ഓഫർ ഇല്ല. ഇല്ലാലിൽ മുഅ്മിനി, മുഅ്മിനിക്കല്ലാതെ. ഇൻ അസാബത്തുഹു സറാവു, മനസ്സിന് സുഖമുള്ളതാണ് കിട്ടിയതെങ്കിൽ ശക്കറാവു, അവനെ ശുക്ർ അർപ്പിക്കും. വൈൻ ഫക്കാന ഖൈറൻ ലഹു, അപ്പോൾ ശുക്രവന് ഖൈറായി. വൈൻ അസാബത്തുഹു ദറാവു, വിഷമമുള്ളത് വല്ലതും സംഭവിച്ചാലോ സബറാവൻ ക്ഷമിക്കും. ഫക്കാന ഖൈറൻ ലഹു, അപ്പോഴും അവൻ അത് ഖൈറായി. അപ്പോൾ ഖൈർ കിട്ടിയാലും ഷെറ് കിട്ടിയാലും അവന് ഖൈറായി. പിന്നെ وعن أنس رضي الله عنه أنه قال لما ثقل النبي صلى الله عليه وسلم, റസൂലുള്ളാഹിക്ക് രോഗമൊന്ന് ശക്തമായപ്പോൾ ജാല യതഗശാഉൽ കർബ്, ഒരു പ്രയാസം അവിടത്തെ പൊതിയാൻ തുടങ്ങി. മുഖത്തെന്തോ ഒരു പ്രയാസം ഉള്ളതുപോലെ തോന്നി. ഫഖാലത്ത് ഫാത്തിമത്തു റളിയല്ലാഹു അൻഹാ, പൊന്നാര മോള് ഫാത്തിമ പറഞ്ഞു. വാ കെർബാബത്താ, എൻ്റെ ഉപ്പച്ചിൻ്റെ സാധാരിക്കുന്ന മനപ്രയാസമേ. ഫഖാല, റസൂൽ പറഞ്ഞു, മോളെ ലൈസാല അബീക്ക് കെർബും ബഅദൽ യൗം, ഇന്നേക്ക് ശേഷം ഒരു മനപ്രയാസം ഉപ്പാൻ്റെ മേലില്ലടി. ഫലമ്മ മാതാ, തങ്ങൾ വഫാത്തായപ്പോൾ കാലത്ത് ആയിഷ ഫാത്തിമ ബി പറഞ്ഞു, അബത്താ, എൻ്റെ ഉപ്പച്ചിയെ, അബാ അജാബ റബ്ബൻ ദാ, വിളിച്ച രക്ഷിതാവിന് തങ്ങൾ ഉത്തരം ചെയ്തില്ലേ. യാ അബത്താ, ജന്നത്തുൽ ഫിർദൗസി മഅവാഹ്, യാ അബത്താ, ജന്നത്തുൽ ഫിർദൗസ് അല്ലേ എൻ്റെ ഉപ്പച്ചിക്ക് ചെന്നടയാനുള്ള സ്ഥലം. ഇലാ ജിബ്രീലന, എൻ്റെ പുന്നാര ഉപ്പാൻ്റെ കാര്യം ഞാൻ ജിബ്രീലിലേക്ക് വേദന പറയുന്നു.
ഫലമ്മാതുബിന മറവ് ചെയ്യപ്പെട്ടപ്പോൾ കാലത്ത് ഫാത്തിമത്തു റളിയല്ലാഹു അൻഹാ മഹദി പറഞ്ഞു, അതാബത്ത് അംഫുസുക്കും, നിങ്ങളുടെ തടികൾക്ക്, നിങ്ങളുടെ മനസ്സുകൾക്ക് കഴിഞ്ഞോ, വാരിയിടാൻ കഴിഞ്ഞോ അലാ റസൂലില്ലാ, അള്ളാന്റെ തിരുദൂതരുടെ മുകളിലേക്ക് മണ്ണ് വാരിടാൻ നിങ്ങളുടെ മനസ്സുകൾക്ക് കഴിഞ്ഞോ. റവാഹുൽ ബുഖാരി. വന്നബി സയ്യിദിൻ ഉസാമത്ത് ബിൻ സയ്യിദ് ബിൻ ഹാരിസത്ത മൗലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബിയുടെ ഹിബ്ബാണ്, ഹിബിൻ്റെ മോനാണ്. അങ്ങനെയുള്ള ഉസാമത്ത് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് അന്നഹു ഖാല, ഉസാമ പറയാണ്, അർസലത്ത് ബിന്തു നബി, പുന്നാര നബിൻ്റെ മോള് പറഞ്ഞയച്ചു, ഒരു ന്യൂസ് പറഞ്ഞയച്ചു ഒരാളുടെ കൈവശം. എന്താ ന്യൂസ്? ഇന്നബിനീ കദിഹത്തുളിറ, എൻ്റെ മോനിതാ മരിക്കാൻ കിടക്കുവാണ് ഉപ്പ, അഷ്ഹദിന, ഞങ്ങളുടെ അടുക്കലെന്ന് ഹാജരാകണം ഉപ്പ. ഫാർസല, തങ്ങളെ ആളെ വിട്ടു, ഇങ്ങോട്ട് ദൂതനെ വിട്ടു. യുക്രിഉസ്സലാം, മോൾക്ക് സലാം പറഞ്ഞുകൊണ്ട്. വയഖൂലു, റസൂലുള്ള ദൂതൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു, ഇന്നലില്ലാഹി മാ ഖദാ വലഹു മാ അതാ വകുല്ലു ഷൈഇൻ ഇൻദഹു ബിഅജ്ലിൻ മുസമ്മാ, അവൻ കൊണ്ടുപോകുന്നത് അള്ളാൻ്റെതാണ്, അള്ള തന്നതും അള്ളാൻ്റെതാണ്, എല്ലാ വസ്തുവും അവൻ്റെ അടുക്കൽ ഒരു നിശ്ചയിക്കപ്പെട്ട അവധി വരെ മാത്രമാണ്. ആയതുകൊണ്ട് ആ മോൾ ക്ഷമിച്ചു കൊള്ളട്ടെ, അവൾ അള്ളാഹുവിൽ നിന്ന് കൂലി തേടുകയും ചെയ്തു കൊള്ളട്ടെ. ഇതാണ് ന്യൂസ് തിരിച്ചുവിട്ടത് ദൂതൻ്റെ അടുത്ത്. ഫാറുസലത്ത്, മോൾ ഇങ്ങോട്ട് തന്നെ വിട്ടു, ഇലൈഹി, മുത്തനബിയിലേക്ക്, തുഖ്സിമു അലൈഹി, തങ്ങളുടെ മേൽ സത്യം ചെയ്തുകൊണ്ടില്ലത് എത്തി എന്നഹാ, തങ്ങോട്ട് വരും, പടച്ചോനാണ് സത്യം, എൻ്റെ ഒപ്പോഴും ഒരു എണ്ണമാണെന്ന്. അത് അങ്ങോട്ട് ന്യൂസ് വിട്ടത്, ഇങ്ങോട്ട് തിരിച്ചു വിട്ടത്. അപ്പോൾ ഫക്കാമ, അങ്ങനെ സത്യം ചെയ്ത് പറഞ്ഞപ്പോൾ തങ്ങൾ എഴുന്നേറ്റു. മഹൂ സഅദ് ബിൻ ഉബാദ, മുആദ് ബിൻ ജബൽ, ഉബയ്യ് ബിൻ കഅബ്, സയ്യിദ് ബിൻ സാബിത്ത്, വരിജാലുൻ, ഈ പേര് പറയപ്പെട്ട ആളുകളും വേറെ കുറച്ച് സഹാബാക്കളുമുണ്ട്. റളിയല്ലാഹു അൻഹും. ആ മരിച്ചാൻ കിടക്കുന്ന ചെറിയ കുട്ടിയെ മുത്തനബിൻ്റെ കയ്യിലേക്ക് ഉയർത്തപ്പെട്ടു. ആ കുട്ടിയെ നബിതങ്ങൾ മടിത്തട്ടിൽ ഇരുത്തി. വനഫസുഹു, ആ കുട്ടിൻ്റെതായിരിക്കുന്ന ശ്വാസം അതിങ്ങനെ പ്രയാസത്തോടു കൂടി ഇങ്ങനെ പുറത്തേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മരിക്കാൻ കിടക്കുകയാണ്, എപ്പം ജീവൻ പോകുന്നർത്ഥം. ഫാലത്ത് അയിനാഹു, തങ്ങൾ രണ്ട് നയനങ്ങളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ കാല സഅദുൻ യാ റസൂലല്ലാ, ഇത് കണ്ടപ്പോൾ സഅദ് റളിയല്ലാഹു ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, മാ ഹാദാ, ഇതെന്താ പരിപാടി? ഞങ്ങളോട് നോൾച്ചാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ കണ്ണൊന്നും വെള്ളം വരികയാണോ? അപ്പോൾ കാല തങ്ങൾ പറഞ്ഞു, ആദിഹി റഹ്മ, അത് അള്ളാൻ്റെ തീരുമാനത്തിൽ വൃത്തികേട് കാണിക്കലല്ല, പിന്നെയോ അതൊരു കാരുണ്യമാണ്. ജഅലഹല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി, അള്ളാഹു തൻ്റെ അടിയാറുകളുടെ ഹൃദയങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു റഹ്മത്താണ് മോളെ, റഹ്മത്താണ് സഅദേ. വഫീ റിവായത്തി ഫീ ഖുലൂബി മൻ ശാഅ മിൻ ഇബാദിഹി, റിപ്പോർട്ടിലുള്ളത് അള്ളാൻ്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ ഉദ്ദേശിച്ചവരുടെ കൽവിൽ അള്ളാഹു ഇട്ട് കൊടുക്കുന്ന റഹ്മത്താണിത്. ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹിർ റഹ്മായി, കൽബിനകത്ത് റഹ്മത്തുള്ളവർക്ക് മാത്രമേ അടിയാറുകളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു ഇങ്ങോട്ട് റഹ്മത്ത് ചെയ്ത് കൊടുക്കുള്ളൂ. മുത്തഫഖുൻ അലൈഹി. വമാനാ തഖഅഖു എന്നാൽ തതഹറഖു തൽതരിബു, പടക്കുകയും കുലുങ്ങുകയും ചെയ്യുന്നുണ്ട് ശ്വാസം എന്നാണ് അർത്ഥം. വൻ സുഹൈബിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല കാന മലിക്കും ഫീമൻ കാന ഖബലക്കും. വൻ സുഹൈബിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറയാണ്, കാന മലിക്കും, രാജാവ് ഉണ്ടായിരുന്നു പണ്ട് ഫീമൻ കാന ഖബലക്കും, നിങ്ങളുടെ മുൻകാലത്ത് കഴിഞ്ഞ കൂട്ടത്തിൽ. ഇനി മാനമൊക്കെ ഉണ്ടല്ലോ, വായിച്ചു വിട്ടാൽ പോരെ. വക്കാൻ ലഹു സാഹിറുൻ, അയാൾക്ക് സിഹിർ പണിക്കാരുണ്ടായിരുന്നു. ഫലമ്മാക്കബിറ കാലിൽ മലിക്കി, വയസ്സനായപ്പോൾ രാജാവിനോട് പറഞ്ഞു, രാജാവെ, ഇന്നീ കത് കബിർത്തു ഉലാമൻ വഅല്ലിമുഹു സിഹ്റ, എൻ്റെ അടുത്തേക്ക് ഒരു കുട്ടിയെ പറഞ്ഞയക്കണം, കുട്ടിക്ക് ഞാൻ സിഹിർ പഠിപ്പിച്ചോളാം. അപ്പോൾ വഅദലി ഉലാമൻ യുഅല്ലിമുഹു വകാന ഫീ തരീഖി ഇദാ സലക റാഹിബുൻ, വഴിയിലുണ്ടായിരുന്നു. ആ വഴി പ്രവേശിക്കുമ്പോൾ ഒരു ഇബാദത്തുകാരുണ്ടായിരുന്നു, നല്ല സ്വാലിഹായ മനുഷ്യൻ.
ഫക്കാതയിലെ ഈ സമയ കലാമഹോ, അദ്ദേഹത്തിൻ്റെ നല്ല നല്ല സംസാരങ്ങൾ കേൾക്കും. വാജബഹു, കുട്ടിക്ക് ആ സംസാരം നല്ല അജബായിട്ട് തോന്നി. വക്കാന ഇതാത്ത സായിറ, സായിറ മൗലിയാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മറ ബിറാഹിബി, ഈ ഇബാദത്തുകാരൻ്റെ അരികിലൂടെ നടന്നു പോകും. വക്കാതലഹി, അദ്ദേഹത്തിലേക്ക് ഇരിക്കുകയും ചെയ്യും. അങ്ങനെ വൈദാത്ത സാഹിറ, സാഹിർ മൂലം അടുത്തേക്ക് ചെല്ലുമ്പോൾ അറബഹോ, സാഹിർ നല്ല കുട്ടിനെ പൂസും, നല്ല തല്ല് കൊടുക്കും. എന്താണ് നേരം വൈകി ചോദിച്ചാണ്ട്. അങ്ങനെ പക്ഷാക്കാതാലിക്കലെ റാഹിബിലേക്ക് അവരാതി പറഞ്ഞു. വക്കാല ഇതാ ഹഷീത്ത സാഹിറ, സാഹിർ എനിക്ക് പേടിയാണെങ്കിൽ അബസനി അഖിലി വൈദ ഹഷീത്ത അഖിലക്കുൽ അബസനി സാഹിറു എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈനമാവാലിക്ക. അങ്ങനെ വണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഇത് അസമയത്താണ് അത്താലാതാപത്തിൻ്റെ അലീമത്തിൻ്റെ ഭീകരജീവിൻ്റെ അരികിൽ നടന്നു പോകേണ്ടി വന്നത്. അത് അവസത്തിന്നാസ, ജനങ്ങൾ നടന്നു വെച്ചേക്കാം. നാട്ടിൽ പുലി ഇറങ്ങി, അല്ലെ സിംഹം ഇറങ്ങി, നാട്ടുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പെരീന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുക. ആ സമയത്ത് വക്കാല, ഈ കുട്ടി പറഞ്ഞാൽ യൗമാലമു, ഞാൻ ഇന്ന് തീരുമാനിക്കും, അസായിറു അഫ്ളലു അമിർ റാഹിബു അഫ്ളലു, സീറുകാരൻ പറയുന്ന ചൈത്താൻ്റെ ഇബാദത്താണോ അഫ്ളൽ, അതല്ല റാഹിബ് പറയുന്ന അള്ളാഹുള്ള ഇബാദത്താണോ അഫ്ളൽ, ഇന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അങ്ങനെ റാഹിബ് പഠിപ്പിച്ചു കൊടുത്തിട്ട് അള്ളാഹു ഉണ്ട്, അത് പറഞ്ഞു കണ്ട ദുആ. ഫഖാല അല്ലാഹു ഇൻകാന അംറു റാഹിബി അഹബ്ബ ഇലൈക, ദൈവമേ റാഹിബ് എനിക്ക് പഠിപ്പിച്ചെന്ന കാര്യമുണ്ട്, അതാണ് അഹബ്ബ് എങ്കിൽ മിൻ അംരി സായിരി, സായിറുകാരൻ പഠിപ്പിക്കുന്ന കാര്യത്തിനേക്കാൾ അതാണ് ഹൈറെങ്കിൽ ഫഖദുല്ലാദി ദാബത്താത്തംലി എന്നാസ്, ജനങ്ങൾക്ക് ഇതിൽ നടന്നു പോകാൻ പറ്റുന്ന വിധം ദാബത്തിനെ നീ കൊല്ലണം. ഫറമാഹ ഫഖതലഹ ഫമളന്നാസ്, വെറ്റേർന്ന് ആ ദാമ്പത്യം പോയി, ജനങ്ങൾക്കൊക്കെ പോകാം. കാലഹു റാഹിബ്, റാഹിബ് ഒട്ടിനോട് പറഞ്ഞു, പുനയ്യ എൻ്റെ കുഞ്ഞി മോനെ, അന്തൽ യോമ അഫ്ദലു മിന്നി, നീ നമ്മളെക്കാളൊക്കെ നല്ല ചക്കനായിട്ടുണ്ട്. വഖദ് വലഗമിൻ അംരിക മാറാ, നിൻ്റെ കാര്യത്തിൽ നിന്ന് ഞാനിപ്പോൾ കേട്ട് മനസ്സിലാക്കി അത്രയ്ക്ക് നീ എത്തിച്ചിട്ടുണ്ട്. ഇന്നക സതുബ്തലാ, മോനെ നീ പിന്നീട് പരീക്ഷിക്കപ്പെടും കേട്ടോ. അങ്ങനെയാണ് നല്ല മനുഷ്യന്മാർക്കൊക്കെ എന്തുണ്ടാവും, പരീക്ഷണം ഉണ്ടാവും. അങ്ങനെ വൈദപുത്തിരി തന്നെ പരീക്ഷിക്കപ്പെട്ടാൽ ഫലാദുല്ലാലയ്യ, എന്നെ മേലെ അറിയിക്കരുത്. ഇങ്ങനെ സാധുവിടെ ഒരു റൂമിലൊരു ബൈക്ക് കുത്തിരിക്കേണ്ട അർത്ഥം ഞാനോടും പറയരുത് കാരണം. പിന്നെ വക്കാന ഗുലാം യുബ്രിൽ അക്മാവൽ അബ്രഹാബ്രസ, ഈ കുട്ടി തുടങ്ങി ജന്മന കണ്ട് കാണാത്തവർക്കും വെള്ളപ്പാണ്ട് രോഗികൾക്കും ഭേദമാക്കാൻ തുടങ്ങി. ഇതാവിന്നാസമിൻ സായിരിൽ, അഥവാ സർവ്വ അസുഖത്തിൽ നിന്ന് ജനങ്ങൾക്ക് ഭേദമാക്കാൻ ചികിത്സിക്കാൻ തുടങ്ങി. ഇപ്പം സമയ ജലീസും ലിൽ മലിക്ക്, രാജാവിൻ്റെ ഒരു ദർബാറിലിരിക്കുന്ന ചങ്ങായി കേട്ടു. കാനകത് അമിയാതെ, ജന്മന കണ്ടു കാണാത്തവനാണ്. വാത്താഹു അബയാദായ കഥീറ, ധാരാളം ഹദീലുമായിട്ട് വന്നു. വക്കാല മഹാവുനാലക്ക അജ്മഴൂ, ഈ മുമ്പിലുള്ളത് മുഴുവനും നിനക്കാണ്. ഇന്നത്തെ സഫയത്ത് നീ എനിക്ക് ഭേദമാക്കിയാൽ. വകാല ഇന്നീലാ ശഫിയായതാ, ഞാനൊരാൾക്ക് ശിഫ കൊടുക്കൂല. ഇന്ന മാഷ്ഫില്ലാഹു താല, അള്ള മാത്രമാണ് ശിഫയാക്കുന്നവൻ. വൈനാമന്തവില്ലായി, ആ അള്ളാഹിനെ വിശ്വസിക്കുകയും ദഅവത്തുല്ലാഹ, ആ അള്ളാഹുവിനെ വിശ്വസിച്ചാൽ അള്ളാഹിനെ ദ്വാരിക്കും. ഷഫാക്ക, അള്ള ശിഫ നൽകും. വാമന ബില്ലാഹി താല, അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചു. ഷഫാഉല്ലാഹു താല, അള്ള ശിഫ കൊടുക്കുകയും ചെയ്തു. ഫാത്തൽ മലിക്ക, മൂപ്പർ സാധാ ചെല്ലും പോലെ തന്നെ കാണുന്ന കണ്ടുമായിട്ട് അറ്റുന്ന് ചെന്നെന്ന് മാത്രം. രാജാവിനെത്തിക്കുന്നു. ജനശൈലികമാക്കാൻ ഇരിക്കും പോലെ എന്നും പോയിരുന്നു. പകാല ഒരു മലിക്കു, ആ മന്ദാലേക്ക് വസറക്ക്, ആ എവിടുന്നേ കണ്ണിട്ടിയേ? കാല റബ്ബി, എൻ്റെ റബ്ബ് തന്നതാൻ. കാല, രാജാവ് രോഷത്തോടെ ചോദിച്ചു. മാലക്ക് റബ്ബുണ്ടോ, എന്താണ് എനിക്ക് ഞാനില്ലാത്ത റബ്ബുണ്ടോ ചോദിച്ചു. കാല റബ്ബി റബ്ബുക്കല്ലാ, രാജാവേ എൻ്റെയും നിങ്ങളുടെയും റബ്ബല്ലയാൻ. ഫഹദഹു, ഒറ്റപ്പെടുത്തം. ഫലം മെതൽവാദിബുഹു, ശിക്ഷിച്ചു കൊണ്ടേയിരുന്നു. എത്താതല്ലാം, ഗുലാമിൻ്റെ മേൽ അറിയിച്ചു. ശിക്ഷണ കിട്ടിയ പിന്നെ അങ്ങനെയാണ്. ഫജിയബിൽ ഗുലാമി, കുട്ടിയെ കൊണ്ടുവരപ്പെട്ടു. ഞാൻ ഇപ്പം എന്നെ സ്വീകരിച്ചാനൊക്കെ പറഞ്ഞയച്ചു, ഇപ്പം ഇയ്യിപ്പോൾ ഇങ്ങനെ പുതിയ പരിപാടിയൊക്കെ ഉണ്ടല്ലേ. വകാല ഉലുമാലിക്കുന്ന രാജാവ് എന്ന് പറഞ്ഞത് പെട്ടെന്ന് കുട്ടീനെ സൂചിപ്പാക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ ഭരണം മൂപ്പറ കയ്യിലല്ല. കുട്ടീനെ കൊണ്ട് നിലക്കണ്ടേ. രാജാവ് കുട്ടനോട് പറഞ്ഞായി, ഒരയ്യാ കുഞ്ഞിമോനെ, കത് പലകമിന്തിരിക്കമാ തുബിരിലക്കമോ അല്ല പറസാജീർ, പഠിച്ച് പാക്കുമ്പോൾ മബറസൊക്കെ നന്നാക്കണത്തൊക്കെ എത്തിയല്ലോ. തഫലു നീ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. കാല ഇന്നി ലാഷ്മിയാതാ, ഞാൻ ഒരാൾക്ക് ശിഫ കൊടുക്കൂല. ഇന്ന മാഷ്ഫില്ല, അള്ള മാത്രമാണ് ശിഫ കൊടുക്കുന്നവൻ. വകതഹു വലം യാസൽവാദിബു, കുട്ടിനെ പിടിച്ചിട്ട് കുട്ടീനെ ശിക്ഷിച്ചു.
ഇടി നെല്ലാം കിട്ടിയപ്പോൾ അതല്ലാലെ റാഹിബിന് എല്ലാം അറിയിച്ചു. ഫജീബ് റാഹിബിനെ കൊണ്ടുവരപ്പെട്ടു. കെയിലഹു റാഹിബിനോട് പറയപ്പെട്ടു ഇർജിയാൻ ദീനിക്കാൻ മാത്രത്തിൽ മടങ്ങണായിരുന്നു. ബാബ കുട്ടി റാഹിബി സമ്മതിച്ചു. ബിൽ മിൻഷാരി ഈർച്ചവാണ് കൊണ്ടുവരാൻ പറഞ്ഞു. ബൗലി ബിൽ മിൻഷാർ വല്ല മഫ്രിഖ് റസി തരൻ്റെ മൂർദാവിൻ്റെ മേലെ ഈർച്ചവാൾ വെക്കപ്പെട്ടു. പശക്കഹൂ വക്കഷിക്കാഹ് രണ്ട് വിളർപ്പ് രണ്ട് ഭാഗത്തേക്ക് വീഴുമാറ് രണ്ടാക്കി പിളർത്തി. സുമജിയ ബി ജലീസിൽ മലികി രാജാവിൻ്റെ ദർബാറിലിരിക്കുന്ന പയ കണ്ണൊട്ടനെയും കൊണ്ടുവന്നു. കയ്യിലോട് പറയപ്പെട്ടു ഇർജിയ ദീനിക്ക ബാബാ മിൻഷാർ അഫ്രീഖ് റസി വശക്കഹു ബിഹി അത്ത വകാഷിക്കാഹ് സുമജിയ ബിൽ ഗുലാമി വക്കീലോ ഇവരൊക്കെ ഈർച്ചവാൾ കൊണ്ട് ഈ കുട്ടിൻ്റെ മുമ്പിൽ ചെങ്ങാണ്ടാണ് ഈർന്ന് മുറിച്ചത്. കുട്ടിനെ പേടിപ്പിച്ചു. ഫക്കീലഹു ഇർജിയൻ ദീനിക്ക മാത്രത്തോട് മടങ്ങിക്കോ അല്ലെങ്കിൽ അവനെ ഈർന്ന് മുറിച്ചു എന്നർത്ഥം. ഫബ വിസമ്മതിച്ചു. ഫതഫാഹുല അഫരിമിൻ അസാബി തൻ്റെ ശിങ്കിടികളിൽ നിന്ന് സംഘത്തിലേക്ക് കൊടുത്തുങ്ങാണ്ട് കാല പറഞ്ഞു ഇതബു ബിഹീന ജബരി കഥാവ കഥ ഇന്നാലിൻ്റെ പർവ്വതത്തിലേക്ക് കുട്ടിനെ കൊണ്ടുപോയിട്ട് വസതു ബി ജബല കുട്ടിനെ കൊണ്ട് മലൻ്റെ മുകളിൽ കയറണം. ഫീദാ പലകത്തും നിർബത്തഹു അതിൻ്റെ മൂർധാവിലെത്തിക്കഴിഞ്ഞാൽ റജാൻ ദീനിഹി ഓനെ പുതിയ മാത്രത്തോട്ട് മടങ്ങുകയാണെങ്കിൽ കൊണ്ട് തിരിച്ചു കൊണ്ടുവന്നളിയുന്ന ജവാബ് കളയപ്പെട്ടത്. വൈല്ല പത്രാഹു ഇല്ലെങ്കിൽ താഴത്തേക്കാണ് തള്ളി വീഴ്ത്തി കളിയായിരുന്നു. വദാ ബോബിഹി വസായതു ബിഹി ജബല കുട്ടി കൊണ്ടുപോയി പർവ്വതമക്കാരി ജബൽ മോൾക്കണ കയറേണ്ട താമസം ചോദിക്കാൻ സമയം കിട്ടിയില്ല. പർവ്വതം ഓല കൊണ്ട് കുലുങ്ങി വസക്കത്ത് ഓലൊക്കെ വീണു. കുട്ടി വീണില്ല. അപ്പോൾ യംഷീൽ മലിക്ക് കുട്ടി നടന്നുകൊണ്ട് രാജാവിലേക്ക് കൂളായിട്ട് വന്നപ്പോൾ കാലോൽ മലിക്ക് രാജാവ് ചോദിച്ചു മാ ഫാല അസ്വാബ് ഖാനിൻ്റെ ആൾക്കാരൊക്കെ എന്ത് ചെയ്തു? അല്ലെങ്കിൽ മാ ഫുയില അസ്വാബ് ഖാനിൻ്റെ അസബ് എന്ത് ചെയ്യപ്പെട്ടു? നിങ്ങളിൽ ഫുയില നിറക്കത്തിട്ടുണ്ടോ? ഫുയില നിറക്കത്തിട്ടുണ്ട് നിങ്ങളിൽ ഫാല നിറക്കത്തിട്ടുണ്ട ഫാലി ഫുയിലൊക്കെ വായിച്ച ഫക്കാല ആ രാജാ ആ കുട്ടി പറഞ്ഞു അള്ളാഹ് ഷെറും മതിയാക്കി തന്നു. നസാബി മറ്റു സംഘത്തിൽ കൊടുത്തു. കാല ഇതബോ ബിഹി ഫഹമിലു ഫി കുർക്കൂരിൻ ഈ കുട്ടിനെ കൊണ്ടെങ്ങാണ്ട് നിങ്ങൾ ഒരു ബോട്ടിൽ കയറ്റണം. വസത്തു ബിഹ ബോട്ടിൽ കയറിങ്ങാണ്ട് കുട്ടിനെ കൊണ്ട് ബഹറിൻ്റെ നടുവ് പോകണം. വൈൻഡാന്തിനിക്ക് വൈല്ല വകതി ഫുഹു മടങ്ങാൻ തയ്യാറായ തിരിച്ചു കൊണ്ടുവന്നളയില്ലെങ്കിൽ കടൽ കണ്ടളിയായിരുന്നു. വതാബോബി ഈ കുട്ടിനെയും കൊണ്ടുപോയി അവർ ബോട്ടിൽ കയറ്റി കൊണ്ടുപോയി. പക്കാലല്ലാ മക്ബുനെയും വിമാശിത്താനി ഉദ്ദേശം ഒന്നുകൊണ്ട് ഇനി ഇവരെ ശരണമതിയാക്കി തരണേന്ന് ദുആയിരുന്നു. അങ്കഫാത്ത് വീമുസക്കീനത്തുവ വരിക്കൂ ഓലെ കൊണ്ട് കപ്പൽ മറിയുകയും മുങ്ങുകയും ചെയ്തു. വജായം ഷീല മലിക്കി വന്നുണ്ടായി ഓട്ടപകടം. ഫകാലോൽ മലിക്കൂ രാജാവ് ഓലോട് പറഞ്ഞു കുട്ടിനോട് ചോദിച്ചു മാ ഫഅല അസ്വാബുക അലൈ മാ ഫുഇല അസ്വാബുക ഫഖാല കഫാനിഹിമുല്ലാ വഖാലൽ മലിക്കി ഇന്നക ലസ്ത ബിഖാതിരി അതതഫല മാ അംറുക ബിഹി നീ എന്നെ കൊല്ലുന്നവനല്ലടാ എന്നോട് കൽപ്പിച്ചു ആ കാര്യം ചെയ്യുന്നത് വരെ. കാലമാഹുവ കാര്യം എന്താണ്? കാല തജ്മഉന്നാസ ഫീ സഈദിൻ വാഹിദിൻ ഒരു മരുഭൂമിയിൽ എല്ലാവരും സമ്മേളിപ്പിച്ചിങ്ങാണ്ട് തുസല്ലിപുനിയല ഒരു ഈന്തപ്പന മുട്ടിമ്മൽ തന്നെ കുരിശിൽ നാട്ടണം. സുമഖുദ് സഹമമ്മിൻ കിനാനത്തിയ അമ്പുകുറ്റിയിൽ നിന്ന് ഒരു അമ്പെടുക്കണം. സുമലാക്കബിൽസി വില്ലിൻ്റെ ഞാണിൽ അമ്പ് വെക്കണം. സുമ്മക്കുൽ പിന്നെ ഈ പറയണം രാജാവേ ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം ഈ കുട്ടി പരിചയപ്പെടുന്ന റബ്ബ ഏതാണോ ആ അള്ളാൻ്റെ ഇസ്മ കൊണ്ട് ഞാൻ അമ്പ് ചെയ്യുന്നു എന്ന് പറയണം. സുമ്മർമിനി പിന്നെ അമ്പ് ചെയ്താൽ മതി. വൈന്ന കൈതാവാൽ തനി അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ പോയിക്കും. ഇപ്പോൾ ജമാൻ നാസഫി സാഹിദ്യം വാഹിദിൻ ഒറ്റ മരുഭൂമിയിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടി. സലഫഹുല ജിദീൻ സുമ്മ അഖദ സഹമി കിനാനത്തിഹി സുമ്മ വല്ലാഹ സഹമി കബിൽ ഗൗസി സുമ്മ ഖാല ബിസ്മില്ലാഹി റബ്ബിൽ ഉലാ സുമ്മ റമാഹു അഖഫി ദുഹി ആട്ടുചെന്നിയിലാണ് അമ്പ് പോയി തട്ടിയത്. അപ്പോൾ അള്ളാഹി സുദുഹി ആ സമയത്ത് കുട്ടി തൻ്റെ കൈ ആട്ടുചെന്നിയിൽ അങ്ങ് വെച്ചു. മാത്ത മരിക്കുകയും ചെയ്തു. ഫഖാലന്നാസു ആമന്നാ ബിറബ്ബിൽ ഗുലാം നാട്ടിലാകെ കൊട്ടിപ്പാട്ടായിലെ പ്രശ്നം. ആ സമയത്താണ് ഈ വിഷയം ഉണ്ടായത്. ആ സമയത്ത് ഈ ഗുലാമിൻ്റെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു ഞാനങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഉത്തിയൽ മലിക്കു രാജാവിലേക്ക് വരപ്പെട്ടു. ആരോ വന്നു നടത്തം വന്നാലാരാ പറഞ്ഞില്ല. ഫഖീലഹു രാജാവിനെ പറയപ്പെട്ടു രാജാവെ അറയിത്ത നിങ്ങളൊന്ന് പറഞ്ഞാണ് ഈ മാ കൊന്ത തഹദറു നിങ്ങൾ മാ ഒരു കാര്യം കൊന്ത തഹദറു ആ കാര്യം നിങ്ങൾ പേടിച്ചിരുന്നല്ലോ ആ കാര്യം കതു വല്ലാഹി നസല ബി കഹദറുക ആ കാര്യം തന്നെ നിങ്ങളിൽ ഇതാ ഇറങ്ങിയിരിക്കുന്നു. പടച്ചവനാണ് സത്യം. അത് ആമനന്ന സദവാ ജനങ്ങളൊക്കെ ആ കുട്ടിൻ്റെ റബ്ബിനോട് വിശ്വസിക്കൽ കഴിഞ്ഞല്ലോ പറഞ്ഞു. അല്ലല്ലോ അങ്ങനെ ഉണ്ടായോ ചോദിച്ചു. ഫാമറബിൽ കടങ്ങുത്തിയടാറുന്നു. ഒറ്റ ഓർഡർ. എവിടെ കടങ്ങുത്തുന്നത് അറിയോ? നമ്മളുണ്ടല്ലോ പൈപ്പ് ചാല് റോഡിനകത്ത് കൂടെ
എന്ന മാതിരി ബിഅഫ്വാഹി സകക്കി, വഴിയുടെ വക്കിലൂടെ അരികിലൂടെ, അതാ റോഡിൻ്റെ അരികിലൂടെ മുഴുവനും കിടങ്ങ് കീറാൻ കൽപ്പിച്ചു. ഫഹുദ്ദത്ത്, അത് കീറപ്പെട്ടു. ഉദ്രിമഫിയന്നീറാൻ, അതിലൊക്കെ തീ കത്തിക്കപ്പെടുകയും ചെയ്തു. അതിൽ ഫുള്ള് വിറക് കൊടുങ്ങാണ്ട് എന്ത് ചെയ്യാന്നറിയോ, തീ ഫുള്ള് കത്തിച്ചു. കാല, രാജാവ് പറഞ്ഞു, മല്ലം എറിഞ്ഞീനിഹി, പുതിയ പാത്രത്തോടെ മടങ്ങാൻ തയ്യാറില്ലെങ്കിൽ വക്കഹിമുഹു ഫിഹാ, ആ ചക്കനെ നിങ്ങൾ എന്ത് ചെയ്തിക്കണ്ടി, ആ തീ തൊല്ലിട്ടിക്കണ്ടി. ഔക്കില്ലഹു, അല്ലെങ്കിൽ അവനോട് പറയപ്പെടണം, ഇക്തഹിം, ചാടറാന്ന് പറയപ്പെടണം. അങ്ങനെ ഫാലൂ, ആ പട്ടാളക്കാർ അത് ചെയ്തു. അത്തജാത്ത് ഇമ്രാത്തുൻ, അങ്ങനെ പെണ്ണ് വന്നു. സബിയില്ല, ഒപ്പം കുട്ടിയുണ്ട്. ഒപ്പം കുട്ടിയുണ്ട്. തകാസത്തെ പെണ്ണെന്ന് പിന്നോട്ടടിച്ചു. അന്തക്കാഫിയ, കുട്ടിയെയും വിട്ട് ചാടലിനെയും വിട്ട് പിന്നോട്ട് നിന്നു, പേടിച്ചിട്ട്. കുട്ടി കയ്യിലുണ്ടായതുകൊണ്ട്, അല്ലാതെ സ്വന്തം ചാടാനല്ല. ഫഖാലഹുൽ ഗുലാമു, ആ സമയത്ത് ആ ഗുലാമ് ഉമ്മാനോട് പറഞ്ഞു, യാ ഉമ്മ ഉസ്ബിരി ഫഇന്നകി അലൽ ഹഖ്, ഇസ്ബിരി, ഉമ്മ ക്ഷമിച്ചോളി, നിങ്ങൾ അക്കൻ്റെ മേലല്ലേ. റവാഹു മുസ്ലിം. സിർവത്തുൽ ജബൽ എന്ന് പറഞ്ഞാൽ അയലാഹു എന്നർത്ഥം. വഹി കസിരിദ്ദാലി അൽ മുഅ്ജമത്തി വളമ്മിഹാ, ദിർവാന്നും വായിക്കാം. ഖുർഖൂർ എന്ന് പറഞ്ഞ നബി ലമ്മിൽ കാഫൈനി, രണ്ട് കാഫിർ ലമ്മാണ്. നൗമെ സുഫിനി, കപ്പലിൽ, നൗമെ സുഫിനി, കപ്പലുകളിൽപ്പെട്ട ഇനാണ് കാരണം ബോട്ട് എന്നർത്ഥം. സഴീദ് കാരണം ഹുനാരാറുള്ളൂ. ഇവിടെ സഴീദ് കാരണം ഭൂമിയിൽ ഭാര്യ, നല്ല വിശാലമായ ഭൂമി എന്നർത്ഥം. ഉഹുദൂദ് കാരണം ഷുക്കൂഖ് ഫില്ലാർദ്, ഭൂമിയിൽ ധാരിക്കുന്ന കിടങ്ങ് എന്നർത്ഥമൊക്കെ. നെഹ്രി സഹീരി, ചെറിയ പുഴ പോലെ. അത് നമ്മുടെ നാട്ടിൽ തോട് കാരണം തോട് പോലെ. അപ്പോൾ ഉദിരിമ എന്ന് പറഞ്ഞാൽ ഊക്കിത, കത്തിക്കപ്പെട്ടു എന്നർത്ഥം. ഇങ്കഫത്ത് പറഞ്ഞാൽ ഇങ്കലപത്ത്, മറിഞ്ഞ് എന്നർത്ഥം. തക്കാസത്ത് പറഞ്ഞാൽ തവക്കഫത്ത് ജബുനത്ത്, എന്ന് നിൽക്കുകയും അത് പേടിക്കുകയും ചെയ്തു എന്നർത്ഥം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വഅൻ അനസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല മറ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിംറാത്തിൻ തബ്കി ഇൻദ ഖബറിൻ, ഒരു ഖബറിന്റെ ചാരത്ത് നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പെണ്ണിന്റെ അരികിലൂടെ മുത്തനബി നടന്നുപോയി. ഫഖാല, തങ്ങൾ പറഞ്ഞു, ഇത്തഖില്ലാഹ വസ്ബിരി, അല്ലാഹനെ സൂക്ഷിച്ചോ പെണ്ണേ, ക്ഷമിച്ചോ പെണ്ണേ. ഫഖാലത്ത്, ആ പെണ്ണ് പറഞ്ഞു, ഇലൈക അന്നി, ഓടുന്ന്. നമ്മളെ ശൈലി പറഞ്ഞാൽ ഒരു ഇസ്മു ഫീലാണ് ഇലൈക അന്നി പറഞ്ഞത്, വിട്ടുപോന്ന്. ഫൈനക്കലം തുസബി മുസീബത്തി, എൻ്റെ മുസീബത്ത് നിനക്ക് ആ മുസീബത്താക്കപ്പെട്ടിട്ടില്ല. പക്ഷെ വലം തൈരിഫുഹു, ആ പെണ്ണ് ആരറിഞ്ഞിരുന്നില്ല, ആരാ വേക്കെന്ന് പറഞ്ഞതെന്ന് എന്ത് ചെയ്തില്ല, കേട്ടില്ല. പെണ്ണിന് ഫുള്ള് മനസ്സിൽ ഇതാ ടെൻഷനാണ്. ഫഖീലലഹ, പിന്നീട് ആരോ വന്നിട്ട് പറഞ്ഞപ്പോൾ പെണ്ണിനോട് പറയപ്പെട്ടോ, ഇന്ന ഹുന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്നോടന്ന് പറഞ്ഞിരുന്നത് മുത്തുനബിയാണ്. ഫാത്തത് ബാബൻ നബി ഫലം എന്തഹു വവ്വാബീൻ, ഫാത്തത് ബാബൻ്റെ മുത്തനബിൻ്റെ ഗേറ്റിങ്ങ ചെന്നോ. ഫലം തജിദ് എന്തഹു വവ്വാബീന, അവിടെ വാതിൽക്കൽ പാറാവുകാരൊന്നുമില്ല. ഫഖാലത്ത്, ആ പെണ്ണ് പറഞ്ഞു, നബിയെ ലം അരിഫുക, ഞാൻ തങ്ങൾ അറിഞ്ഞില്ലട്ടോ നബിയെ. ഫഖാല, തങ്ങൾ പറഞ്ഞു, ഇന്നമ സബ്റു ഇന്ദ സദ്മത്തില്ലൂല, ക്ഷമക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ ആ സബർ, ആ മുസീബത്ത് കൽബിലേക്ക് വന്ന് മുട്ടുന്ന നേരത്താണ്. കൽബിലേക്ക് ആ മുസീബത്തിൽ വന്ന് മുട്ടുന്ന സ്പോട്ടിൽ ക്ഷമിച്ചെങ്കിൽ എന്തോരുള്ളൂ, അതിന് ക്ഷമാന്ന് പറയുള്ളൂ. ഒരാളമ്മ മരിച്ച് ചിലപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞ് പോക്കുന്നത് പതുക്കെ കൽബന്ന് ഇങ്ങനെ മഞ്ഞ് അങ്ങനെ പോകും. അതിനെന്തും അറിയില്ല, ക്ഷമ എന്ന് പറയില്ല. കുട്ടി മരിച്ചോലോ എന്ന് കേട്ടു, അല്ലെ പിന്നെ വാപ്പാക്ക് ആക്സിഡൻ്റ് ആയോലോ എന്ന് കേട്ടു. ആ കേട്ട സ്പോട്ട് തന്നെ ഇന്നാലില്ല, അള്ളാഹുവിൻ്റെ തീരുമാനമല്ല നടന്നു. അങ്ങനെ പറയാൻ കഴിയണം, കരുതാനും കഴിയണം. അതാണ് കൂലിട്ടണ സബർ. മുസ്ലിമിൻ തബിക്കി അലാ സബിയില്ലഹ, തനിക്കുള്ള കുട്ടിൻ്റെ മേൽ കരയുക, അങ്ങനെയുള്ളത്. പിന്നെ മറ്റേ സബീൻ്റെ അർത്ഥം അവിടെയല്ല, നേരത്തെ റിപ്പോർട്ടിൽ ഇല്ല. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال يقول الله تعالى ما لعبدي المؤمن, എൻ്റെ മുഅ്മിനായ അടിമക്കില്ല ജഹന്തിയുടെ ജസാവിന് പ്രതിഫലം തന്നെ ഇല്ല. ഇതാ കവൽതു സഫിയഹു മിൻ അഹ്ലി ദുനിയ, ദുനിയാവിൻ്റെ അഖിലപ്പെട്ട തന്നെ പ്രിയപ്പെട്ടവരെ ഞാൻ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ സുമ്മഹ്തസബഹു, എന്നിട്ട് അവന് കൂലി പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന അടിമയും തന്നെ ഇല്ല. ഇല്ലൽ ജന്ന, സ്വർഗമല്ലാത്ത പ്രതിഫലമില്ല. മനസ്സിലായില്ലേ? തൻ്റെ പ്രിയപ്പെട്ട ഭാര്യനെ, മക്കളെ, ജ്യേഷ്ഠനെ, അഞ്ചനെ, ആരെങ്കിലും ഒരാളെ ഞാൻ കൊണ്ടുപോയിട്ട് അള്ളാൻ്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അടിമ ഉണ്ടെങ്കിൽ അവന് പ്രതിഫലം എന്ത് കൊടുക്കും? സ്വർഗം കൊടുക്കും. റവാഹുൽ ബുഖാരി. വഅൻ ആയിഷ റളിയല്ലാഹു അൻഹാ അന്നഹാ സഅലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഊനി, തഊന് എന്ന് പറയുന്നതായ അസുഖത്തെപ്പറ്റി മുത്തനബിയോട് ആയിഷ ബീവി ചോദിച്ചു. നാട്ടുകൂടെ താഴൂരെന്ന് തന്നെ അസുഖം ഉണ്ടല്ലോ, കുത്തുകലശം എന്നാ പായം പോലെ പറയും, തലമ്പത്തട്ട് എന്നൊക്കെ പറയും.
അത് പടർന്ന് പിടിക്കും. ഒരു നാട്ടിലുണ്ടായ ആ നാട്ടിൽ ആകെ പടർന്ന് പിടിക്കും. ഫഹബറഹ തങ്ങൾ ആയിഷ ബിയോട് പറഞ്ഞു, ആയിഷ എന്ത് അന്നഹ കാനാദാബ യബ്സുല്ലാഹു തആല മൻ യശാഉ മിൻ നിബാ തൻ്റെ അടിയാറുകളെ കൂട്ടത്തിൽ ഉദ്ദേശിച്ചിട്ട് മേൽ അള്ളാഹു അയക്കുന്നൊരു അദാബായിരുന്നു അത്. ഫജഅലഹുല്ലാഹു തആല റഹ്മത്തൽ ലിൽ മുഅ്മിനീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ള മനുഷ്യന്മാർക്ക് അതിൽ കാരുണ്യ റഹ്മത്താക്കി മാറ്റിയിട്ടുണ്ട്. ഫലീസമിൻ നബിൻ യഖൗബി തഊൻ, താഊനിൽ വീഴുന്ന ഒരടിമയും തന്നെ ഇല്ല. ഫയംകുതുഫി ബലദിഹി, ആ നാട്ടിൽ അവൻ താമസിക്കുന്നു. സാബിറം മുഹ്തസിബാ, ക്ഷമിക്കുന്നവനായിട്ടും കൂലി പ്രതീക്ഷിക്കുന്നവനായിട്ടും താമസിക്കും. അങ്ങനത്തെ ഒരടിമയും തന്നെ ഇല്ല. യഅലമു, ഉറപ്പിച്ചവനായിട്ട് എൻ്റെ ഹുലായുസീബു ഇല്ല മാ ഖത്തമല്ലാഹു ലഹു, തനിക്കല്ല കണക്കാക്കിയതല്ല തനിക്കെത്തൂല എന്ന് ദൃഢമായി ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന അടിമയും തന്നെ ഇല്ല. കാന ലഹു മിസ്ലു അജ്രി ഷഹീദ്, ഷഹീദിൻ്റെ പ്രതിഫലത്തിനോട് സമാനമായ പ്രതിഫലം അവന് കിട്ടിയിട്ടല്ലാതെ. റവാഹുൽ ബുഖാരി. എനക്കമാണ് സബർ. വഅൻ അനസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൂല, റസൂൽ പറഞ്ഞു കേട്ടിട്ട്, ഇന്നല്ലാഹ അസ്സ വജല്ല ഖാല, അല്ലാഹു പറയുന്നുണ്ട്, ഇദാ ബതലൈതു അബ്ദി ബിഅബീബതൈഹി, രണ്ട് കണ്ണുകൊണ്ട് എൻ്റെ അടിമയെ ഞാൻ പരീക്ഷിച്ചാൽ, ഫസബറ, അവൻ ക്ഷമിക്കുകയും ചെയ്താൽ, അവ്വൽതുഹു മിൻഹുൽ ജന്ന, അതിൻ്റെ പകരം അവന് സ്വർഗ്ഗം ഞാൻ പ്രതിഫലം കൊടുക്കുന്നതാണ്. ഇവിടെ ഹബീബത്തോണ്ട് എന്താ, ഹബീബത്ത് കാരണം എന്താണ്, യുരീദുൽ ഐനൈഹി, രണ്ട് കണ്ണാണ് ഉദ്ദേശിക്കുന്നത്. റവാഹുൽ ബുഖാരി. വഅൻ അത്താ ഇബ്നു അബീ റബാഹിൻ അന്നഹു ഖാല ലി ഇബ്നു അബ്ബാസിനോട് പറഞ്ഞു, അലാ ഉരീക ഇംറഅത്തൻ മിൻ അഹ്ലി ജന്ന, സ്വർഗ്ഗക്കാരിൽപ്പെട്ട പെണ്ണിനെ എനിക്ക് ഞാൻ കാണിച്ചു തരട്ടെ. ഖുൽതു ബലാ, ആയിക്കോട്ടെ കാണിക്കൊണ്ട്. അത് കാണല്ലോ, എന്നാലും അങ്ങനെ സ്വർഗ്ഗത്തേക്ക് പോകുന്നൊരു പെണ്ണാണ് ഇത് കാണല്ലോ. ഖാല ഹാദിഹിൽ മറത്തു സൗദാ, ഈ കറുത്ത പെണ്ണ്. അത് നബിയ, മുത്തനബിൻ്റെ അടുത്തേക്ക് പെണ്ണ് വന്നോ കാലത്ത് ആ സംഭവം പറയണേ. എങ്ങനെയാണ് ആ പെണ്ണ് ദുർഗത്തേക്കാന്ന് അറിഞ്ഞെന്ന് ഉറപ്പായ സംഭവം പറയണേ. ആ പെണ്ണ് മുത്തനബി ഹദറത്ത് വന്ന് ആണ്ടെന്ന് പറഞ്ഞു, നബിയ ഇന്നി ഉസ്റഊ, ഞാൻ അപസ്മാരം പിടിച്ചു വീകുന്ന പെണ്ണാൻ. വൈന്നിയ തകശഫൂ, ഞാൻ ഔറത്ത് വെളിവാകാറുണ്ട് നബിയെ. ഫദുല്ലാഹ ലീ, എനിക്ക് ദുആർക്കണം നബിയെ. എനിക്ക് അപസ്മാരം പിടിച്ചു ഇടക്കിടക്ക് ഞാൻ ചെയ്യുവാണ്ട് വീകും. വീണാൽ എന്ത് ചെയ്യും, കുറേ നേരം കിടക്കുമ്പോൾ ഔറത്ത് വെളിവാകും. അതുകൊണ്ട് എനിക്ക് തമ്മിൽ ദുആർക്കണം ആ കൊണക്കെട് മാറാൻ. പിന്നെ കാലാതങ്ങൾ പറഞ്ഞു, ഇൻഷീതി സബർത്തി വലക്കിൽ ജന്ന, അസുഖം നിന്നോട്ടെ, നീ ക്ഷമിച്ചോ, നീ ക്ഷമിക്കുകയാണെങ്കിൽ എനിക്ക് സ്വർഗ്ഗം ഉണ്ട്. കാരണം വൈൻഷീതി തകത്തുല്ലാഹ, ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ ദ്വാരക്കാം, അയ്യോ ആഫിയാക്കി എനിക്ക് ആഫിയത്ത് തരാൻ ദ്വാരക്കാം, എന്താ വേണ്ടി ചോദിച്ച്. അത് ഞാൻ ദ്വാരക്കൂല, കൊണക്കട നിന്നോട്ടെ, ക്ഷമിച്ചത് നിന്നോളുണ്ട്, സ്വർഗ്ഗം കിട്ടും. അല്ലെങ്കിൽ ഞാൻ ദ്വാരക്കാം. ഫക്കാലത്ത് ആ പെണ്ണ് പറഞ്ഞു, അസ്ബിറു, ഞാൻ ക്ഷമിച്ചോളാം, സ്വർഗ്ഗം കിട്ടുമല്ലോ, ഞാൻ ക്ഷമിച്ചോളാം, കൊണക്കട നിന്നോട്ടെ, എന്ത് വരക്കണ്ടാർ. ഫക്കാലത്ത് അപ്പം തന്നെ പെണ്ണ് പറഞ്ഞു, ഇനി അത്തകശഫു, നബിയെ ഞാൻ ഔറത്ത് നീ വെളിവാകുന്ന പെണ്ണാണ്, ആയതുകൊണ്ട് ഫദുല്ലാത്ത കശഫ, ഔറത്ത് വെളിവാതാക്കാൻ വേണ്ടി ദ്വാരക്കണം നബിയെ. ഫതആലഹ, അതിന് വേണ്ടി ദ്വാരുന്നു ആ പെണ്ണിന് വേണ്ടിയിട്ട്. അപസ്മാരണം നിന്നോട്ടെ, എന്ത് വേണ്ട, ഔറത്ത് വെളിവാകണ്ട. പിന്നെ عن أبي عبد الرحمن عبد الله بن مسعود رضي الله عنهما أنه قال كأني أنظر إلى رسول الله صلى الله عليه وسلم, റസൂലുള്ളാഹിനെ ഞാൻ ഇന്നും കണ്ണുകൊണ്ട് കാണുന്ന മാതിരി ഇബ്നു മസ്ഊദ് പറയാൻ. യഹ്കി, എന്താണ് മുത്തനബിനെ ഞാൻ കാണുന്നതെന്നറിയോ, യഹ്കി നബിയമ്മിൻ്റെ ലംബിയായി, നബിമാരിൽപ്പെട്ട നബിതങ്ങൾ ഇങ്ങനെ കോലം കാട്ടിത്തരുന്നതായിട്ട്. പൈഞ്ഞു പോയ നബിമാരിൽപ്പെട്ടവർ നബി കാട്ടിക്കൂട്ടിയ രൂപം നബിതങ്ങൾ ഇങ്ങനെ കോലം നമുക്കിങ്ങനെ രൂപം കാണിച്ചു തന്നത് ഇന്നും ഞാൻ മുത്തനബിയെ കാണിച്ചതിന് ഞാൻ എന്ന് കണ്ണിൽ കാണുന്ന മാതിരി. എന്താ സംഭവം എന്നറിയോ, ലറബഹു കൗമുഹു, അന്നത്തെ നബിയുടെ ജനത അടിച്ചു. ഫാദുമോഹു, എല്ലാവരും ചോര ഒലിപ്പിച്ചു. ഓഹോയം സഹുദ്ദമാൻ വജീഹി, തൻ്റെ മുഖത്തിനെ തൊട്ട് അന്നത്തെ പ്രവാചകൻ തൻ്റെ രക്തം ഇങ്ങനെ തടവുന്നുണ്ട്. ഇങ്ങനെ മുത്തനബി എന്ത് ചെയ്ത് കാട്ടിക്കൊടുത്തു, ഇങ്ങനെ തടവി കാട്ടിക്കൊടുത്തു. അന്നത്തെ നബി തടവീൻ്റെ രൂപം മുത്തനബിൻ്റെ മുഖത്ത് വെച്ചുകാണ്ട് ഇങ്ങനെ വയ്യച്ചൻ്റെ വരുത്തി കാട്ടിക്കൊടുത്തു. യഖൂലു, അന്നത്തെ നബി ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, എൻ്റെ ഖൗമിനെ പൊറുക്കണേ, അവരറിയാത്തവരാണ്. അല്ലാഹ്. മുത്തഫഖുൻ അലൈഹി. വഅൻ അബീ സഈദ് വഅബീ ഹുറൈറ റളിയല്ലാഹു അൻഹുമാ അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ ദം വലാ ഗമ്മിൻ ഹത്താ ശൗഖത്തു ഷാഖുവ ഇല്ലാ ഗഫറല്ലാഹു ബിഹാ മിൻ ഖതായ. മായുസീബുൽ മുസ്ലിമാൻ, മുസ്ലിമിനെ കത്തൂല, മിൻ നസബിൻ, ഒരു രോഗമോ, വല വസബിൻ, ഒരു ക്ഷീണമോ, വല ഹമ്മിൻ, വല ടെൻഷനോ, വല ഹസനിൻ, വസബാണ് രോഗം കേട്ടോ, വസബാണ് രോഗം, നസബാണ് വേദന. ഓക്കെ, വസബ് പറഞ്ഞാൽ പിന്നെ
ഏ ക്ഷീണം ആയിക്കോട്ടെ. എന്നാൽ ക്ഷീണമോ രോഗമോ എത്തൂല, ടെൻഷനോ എത്തൂല, ചിന്തയോ എത്തൂല, വലാതൻ മറ്റടങ്ങേറും എത്തൂല, വലാ ഒമ്മുൻ മനപ്രയാസവും എത്തൂല, ഹത്ത ഷൗക്കത്ത് വിഷാക്കുക കുത്തുന്ന മുള്ളു വരെ ഇല്ല ഗഫറല്ലാഹു ബിഹാദ് കാരണമാണ് അള്ളാഹു പുറത്തു കൊടുത്തിട്ട് അല്ലാതെ ഹസായാവോ പാവങ്ങളിൽ നിന്ന് തുഫക്കിൻ്റെ ലഹി വൽ വസബു അൽ മറന്നു. പിന്നെ വാനിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ദഖൽതു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബിരത്തി ഞാൻ കയറി ചെന്നു. ഓ യുഅഖു തങ്ങൾക്ക് ഇങ്ങനെ പനിക്കുന്നുണ്ട്. ഫഖുൽതു ഞാൻ പറഞ്ഞു യാ റസൂൽ അള്ളാഹിൻ്റെ റസൂലെ ഇന്നക തുഅഖു വഅഖൻ ശദീദ തങ്ങൾക്ക് ശക്തമായ പനിയാണല്ലോ നബിയെ. കാല അജൽ അതെ. ഇന്നി ഉഅഖു കമാ യുഅഖു റജുലാനി മിൻകും നിങ്ങളുടെ കൂട്ടത്തിൽ രണ്ട് ആണുങ്ങൾക്ക് പനിക്കുന്ന പനി എനിക്ക് ഒറ്റ മനുഷ്യനിക്ക് പനിക്കുന്നുണ്ട്. കൊൽത്തു ഞാൻ പറഞ്ഞു ദാലിക അന്നലക്കാജിറൈനി കാരണം തങ്ങൾക്ക് ഡബിൾ കൂലിണ്ടായതുകൊണ്ടാണ് ഈ കാര്യല്ലേ. കാലാജൽ അതെ. ദാലിക കദാലിക അത് നീ പറഞ്ഞ പോലെ തന്നെയാണ്. മാമി മുസ്ലിം യുസീബുഹാദൻ ഷൗക്കത്തും വമാ വഖഹ ഒരു മുസ്ലിം തന്നെ ഇല്ല അവർക്ക് എന്തോ ഇടങ്ങേറെത്തും അഥവാ ഷൗക്കത്തും വമാ വഖഹ ഒരു മുള്ളിന് മേലുള്ളതോ എത്തും. അങ്ങനത്തെ ഒരു മുസ്ലിം തന്നെ ഇല്ല കഫറല്ലാഹു ബിഹാ സയ്യാത്തി അത് കാരണമായിട്ട് അവൻ്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തിട്ടല്ലാതെ തത്വൻ്റെ ദുനൂബുഹൻ പാപങ്ങൾ അവനക്ക് താഴ്ത്തപ്പെട്ടിട്ടല്ലാതെ ഇങ്കമാ തഹത്തു ഷജറത്തു വറഖഹ ഈ വൃക്ഷം അതിൻ്റെ ഇലയെ കൊഴിക്കുന്നത് പോലെ. മുത്തഫഖുൻ അലൈഹി. വൽ വഅഖു വഅഖ് എന്ന് പറഞ്ഞാൽ മഗ്തുൽ ഹുമ്മാ പനിൻ്റെ ചൂട് എന്ന അർത്ഥം. വക്കീലൽ ഹുമ്മ ചൂടല്ല പനി തന്നെയാണ് എന്ന് കയ്യില. പിന്നെ വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല മഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാമൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ ഒരാളെ കൊണ്ട് അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചാൽ യുസിബു മിന്ന അല്ലാഹു മുസീബത്തിലാക്കും. റവാഹുൽ ബുഖാരി വദബത്തു യുസിബ് എന്നവർ ദബത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ബി ഫത്തിഹി സ്വാദി വ കസ്രിഹാ യുസിബ് എന്നുണ്ട്. പിന്നെ വൻ അൻസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യതമന്നയന്ന അഹദുകുമുൽ മൗത നിങ്ങൾ ഒരാളും തന്നെ മരണത്തെ പൂതി വെക്കരുതേ. ലിദുരിൻ അസാബു തനിക്ക് സംഭവിക്കുന്ന ദുർ കാരണമായിട്ട്. പല്ലുവേദന വന്നപ്പോഴോ തലവേദന ഉണ്ടാകുമ്പോഴോ കാലിൻ്റെ എല്ലിനോട് വേദന ആകുമ്പോഴോ അതിന് ഡോക്ടറെ നിനക്ക് എന്ത് ചെയ്തു കിഡ്നി പോയെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ മരിച്ചിട്ടെങ്കിലും എന്ത് ചെയ്യരുത് പറയരുത്. മരിച്ചാനാവുമ്പോൾ മരിച്ചോട്ടെ. പിന്നെ ഫൈൻഖാന ലാബുദ്ധ ഫായിലൻ മരണത്തെ പൂതി വെക്കൽ കൂടാതെ കഴിയാത്ത അവസ്ഥയിലെത്തീണ് എങ്കിൽ ഫെല്ലക്കുലും പറയട്ടെ അള്ളാഹു മഹീനി മാക്കാനത്തിൽ ഹയാത്ത് ഹൈറല്ലി അള്ളാഹു എനിക്ക് ഹയാത്ത് ഹൈറാവുന്ന കാലത്തോളം എനിക്ക് ഇനി ആഫിയത്തുള്ള ഹയാത്ത് തരണേ. പതവഫനി ഇതാ കാലത്തിൽ വഫാത്ത് ഹൈറല്ലി എനിക്ക് വഫാത്ത് ഹൈറാണെങ്കിൽ എന്നെ നീ മരിപ്പിക്കണേ. അങ്ങനെ അത് ആർക്കേണ്ടത്. എന്നാൽ എന്ത് ചെയ്ത് പഠിച്ചോനെ എന്നെ മരിപ്പിച്ചെന്ന് എന്ത് ചെയ്യരുത് ഒറ്റടിക്ക് പറയരുത്. മുത്തഫഖുൻ അലൈഹി. വൻ അബി അബ്ദുല്ലാഹി ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു ഖാല ശകൗനാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബിയിലേക്ക് ഞങ്ങൾ ആപരാതി പറഞ്ഞു. എന്താ കേസ് പറയണത്. വഹു മുതവസ്സിദുൻ ഫുർദത്തൻ ലഹു ഫിൽ കാബാലയത്തിൻ്റെ തണലിൽ ഒരു കൈയുണ്ടായിരുന്ന പുതപ്പ് ഇങ്ങനെ ചുരുട്ടിങ്ങാണ്ട് തലയണയാക്കി വെച്ച് മുത്തനബി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴാണ് ചെന്നുങ്ങാണ്ട് പറയണത് ഫഖുൽന ഞങ്ങൾ പറഞ്ഞു നബിയെ അലാ തന്തസുറുലന അലാ തദുഉലന ഞങ്ങൾക്ക് വേണ്ടി സഹായം തേടിക്കൂടെ നബിയെ ഞങ്ങൾക്ക് വേണ്ടി ദ്വാരുന്നുകൂടെ നബിയെ. എപ്പോഴായി പറഞ്ഞ നോക്കണം നിങ്ങൾ ശത്രുക്കൾ ഇങ്ങനെ ചെന്നായ ആട്ടുകുട്ടിയുടെ വേത്താല കൂടണ മാതിരി കൂടണ നേരത്താണിത്. എണ്ണപ്പെട്ട മെമ്പർമാരെ ഇസ്ലാമിക്ക് വന്നിട്ടുള്ളൂ. ആര് ഈ ഹബാബ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹു പോലത്തെ എണ്ണപ്പെട്ട ആളുകളെ കൊണ്ടൊരു ഇസ്ലാമിക്ക് വന്നിട്ടുള്ളൂ. അന്ന് ശത്രുക്കൾ ഇങ്ങനെ നാനാഭാഗം ചെരിഞ്ഞിങ്ങനെ നടക്കുകയാണ്. ആ സമയത്താണ് മുത്തനബി ഇങ്ങനെ അവിടെ കാവാലയത്തിൻ്റെ തടലിങ്ങനെ കിടക്കണ നേരത്ത് ചെന്നുകാണ്ട് നബിയെ ഒന്ന് ദ്വാരുന്നു ഇവിടെ വെച്ച്. അപ്പം മുത്തനബിൻ്റെ പറച്ചിൽ നോക്കണം നിങ്ങൾ. ഫക്കാലാതങ്ങൾ പറഞ്ഞ് നിങ്ങളെന്താ വിചാരിക്കണത്. കത് കാനമങ്കബലക്കും നിങ്ങൾ മുൻഗാമികളായി യോഹദുറജുലു ചില മനുഷ്യന്മാരെ പിടിക്കപ്പെടുന്നതായി ഫയഹ്ഫറുലഹു ഫിൽ അർളി എനിക്ക് വേണ്ടി ഭൂമിയിൽ കുഴി കുത്തപ്പെടുന്നു. ഫയ്യാലു ഫീഹ എന്നിട്ട് കാല് ഇവിടെ വെക്കുന്നു ഭൂമിയിൽ കുഴിച്ചിടപ്പെടുന്നു. എന്നിട്ട് സുമ്മയൂത്താബിൽ മിൻഷാരി ഈർച്ചവാൾ കൊണ്ടുവരപ്പെടുന്നു. ഫയ്യുളു അലാ റഅസി തലൻ്റെ മേൽ ഈർച്ചവാൾ വെക്കപ്പെടുന്നു. കാലോടെ കുഴിച്ചിട്ടൊക്കെയാണ്. മുൻഗാമികളായ മഹാന്മാരായ ആളുകൾ മുൻഗാമികളായ മുഅ്മിനീങ്ങൾക്ക് ഈമാൻ്റെ പേരിൽ വന്ന പീഡനമാണ് മുത്തനബി പറഞ്ഞു കൊടുക്കുന്നത്. മൂസാ നബിൻ്റെയും ഈസാ നബിൻ്റെയും അതുപോലെ തന്നെ കഴിഞ്ഞുപോയ ധാരാളം പ്രവാചകന്മാരെയും കാലത്തൊക്കെ ഈ കൗമിറ്റ് അന്ന് കുഫാറൊന്നും ഉണ്ടല്ലോ. അന്ന് പിന്നെ കുഫാർ കാട്ടീന പണിയാണത്. ഇസ്ലാമിലേക്ക് പോയ മനുഷ്യന്മാരെ കാട്ടീനത് കാല് മണ്ണിൽ കുഴിച്ചിടുക. എന്നിട്ട് ഈർച്ചവാൾ കൊടുന്നുകാണ്ട് എവിടെ വെക്കുക മൂർദാവർ വെക്കുക. എന്നിട്ട് എന്ത് കാട്ടും. ഫൈജാൽ നിസ്ഫൈനി ഓൻ്റെ രണ്ട്
പകുതിയായി പിളർത്തപ്പെടും. വയുംഷത്തൂബി അംഷാത്തിൽ ഹദീദി, ഇരുമ്പിൻ്റെ ചീർപ്പുകളെ കൊണ്ട് ഓന് വാർന്നു കൊടുക്കപ്പെടും. മാദൂന ലഹ്മിഹി വാലുമിഹി, മാംസത്തിൻ്റെയും എല്ലിൻ്റെയും അപ്പുറമുള്ളത് മുഴുവനും വാർക്കപ്പെടും. ഇങ്ങനെ അങ്ങോട്ട് ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് ഇങ്ങോട്ട് വാർന്നിട്ട് അവിടെ എല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ. എല്ലും തോലും എന്നെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് ഇങ്ങോട്ട് പൊളിച്ചിങ്ങോട്ട് എടുക്കുമെന്ന്. മനസ്സിലായില്ലേ? എല്ലാം നിർത്തിയിട്ടേ ഈ തോലൊക്കെ അങ്ങോട്ട് കീച്ചുവെന്ന്. മായസുദ്ദുഹൂദാലിക്ക, ഈ പീഡനമൊന്നും അവനെ തടഞ്ഞില്ല. അൻദീനിഹി, തൻ്റെ വിശ്വാസത്തിനെ തൊട്ട് തടഞ്ഞില്ല. വല്ലാഹി, അള്ളാഹുവാണ് സത്യം. ലൈത്തിമ്മന്നല്ലാഹു ഹാദൽ അംറ, ഈ സത്യമാവുന്ന കാര്യത്തിന് അള്ളാഹു ലോകത്ത് താമാക്കും മക്കളെ. ഹത്താ യസീറ റാക്കിബു മിൻ സ്വൻആഇല ഹദറമൗത്ത്, ഈ സ്വൻആയിൽ നിന്ന് ഹദറമൗത്തിലേക്ക് ഈ നാട്ടിലൂടെ മക്കയിലൂടെ ആളുകൾ നടന്നു പോകും, റാക്കിബ് നടന്നു പോകും. ലാ യഖാഫു ഇല്ലല്ലാ, അള്ളാഹനല്ലാതെ ഓന് പേടിക്കണ്ട. വനമിഹി, ആട്ടുംപറ്റത്തിൻ്റെ മേലിൽ ചെന്ന വനമിഹി, ആട്ടുംപറ്റത്തിൻ്റെ മേലിൽ ചെന്നായുമല്ലാതെ പേടിക്കണ്ട. ഒരു മനുഷ്യനും തമ്മിൽ ആക്രമിക്കാത്ത കാലം ഇവിടെ വരും. ഒരാളും വേറൊരാളെ കൊല്ലാത്ത നീതി ഇവിടെ ലോകത്ത് നടപ്പാക്കും. ഇസ്ലാമിൻ്റെ ഭരണം ഇവിടെ വന്നിട്ട് ഇസ്ലാമിൻ്റെ കീഴിൽ ഒക്കെ ഇവിടെ പിന്നെ കളിയാടിയിട്ട് നീതിയും അനീതിയും വേർതിരിച്ചിട്ട് നീതി നടപ്പാക്കുന്ന കാലം ഇവിടെ വരാൻ പോകുന്നുണ്ട്. ഇതിങ്ങളെ ഇപ്പത്തങ്ങൾ നോക്കണ്ട. ഇവർ സ്വന്തമായിരുന്നു ഹദറമൗത്തിലേക്ക് ഒരാൾ പോവുകയാണ് എങ്കിൽ അവനിക്ക് എന്ത് ചെയ്യാൻ പേടിക്കണം? അള്ളാഹനല്ലാതെ ഒരാളെയും ഒരു പടപ്പിന് എന്ത് ചെയ്യണ്ട, പേടിച്ചണ്ട. ഏറ്റു പേടിക്കുകയാണെങ്കിൽ ചെന്നായി ആട് പിടിച്ചോന്ന് പേടിച്ചാൽ മതി, അല്ലാതെ മനുഷ്യനൊന്നും കാട്ടുന്ന എന്ത് ചെയ്യണ്ട, പേടിക്കേണ്ടാത്ത കാലം വരും. വലാകിന്നക്കും തസ്തഅജിലൂൻ, പക്ഷേ നിങ്ങളൊക്കെ ധൃതി കാണിക്കുകയാണ്. നിങ്ങൾ ധൃതിയാണ്. ദ്വാരക്കാനൊന്നും ആയിട്ടില്ല. നബിയെ ദ്വാരക്കി എന്നപ്പോഴാണ് പറഞ്ഞത്, ദ്വാരക്കാനായിട്ടില്ല, ടൈമാകുന്നുള്ളൂ. റവാഹുൽ ബുഖാരി. വഫി റിവായത്ത്, റിപ്പോർട്ടിൽ കാണാം, വഹുവ മുതവസ്സിദുൻ ബുർദത്തൻ മുത്തനബി, അവിടുത്തെ ഒരു പുതപ്പ് ഇങ്ങനെ തലയിണാക്കി വെച്ചൊക്കെയാണ്. വഖദ് ലഖീനാമിൽ മുശ്രിക്കീന ശിദ്ദത്തൻ, ഞങ്ങൾ ബഹുദൈവാഗാത ആരാധകന്മാരിൽ നിന്ന് ധാരാളം പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വൻ ഇബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ലമ്മാ കാന യൗമു ഹുനൈനിൻ ആഥർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖിസ്മത്തി, ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് വന്ന് ഗനീമത്ത് സ്വത്ത് ഓരി വെച്ചപ്പോൾ മുത്തുനബി കിസ്മത്തിൽ ചില ആളുകൾക്ക് മുൻഗണന കൊടുത്തു. കുറച്ച് ആൾക്കാർക്ക് തോനെ കൊടുത്തു. അത് സാന്ദർഭികമായിട്ടൊക്കെ ഉണ്ടാവും. ചിലപ്പം ചീറ്റി ഒരു വെക്കുമ്പോൾ ചില ആൾക്കാരെ പരിഗണിച്ച് ഏറെയൊക്കെ കൊടുത്തു എന്നൊക്കെ വരും. അതിലെന്ത് ഹിക്മത്തൊക്കെ ഉണ്ടാവും. അത് എല്ലാവർക്കും തിരിഞ്ഞോളണമെന്നില്ല. അങ്ങനെ ഇരിക്കട്ടെ. സായത്തൽ അക്രാബിൻ ഹാബിസിൻ മേത്തമനബിരി, അക്രാബിൻ ഹാബിസ് എന്ന് പറയുന്ന ആൾക്ക് 100 ഒട്ടകം കൊടുത്തു. വായത്ത ഒയ്യൈനത്തബിന് ഹസിനും ഇതിനതാലിക്ക, ഒയ്യൈനത്ത് എന്നവർക്ക് 100 ഒട്ടകം കൊടുത്തു. വായത്ത നാസമിൻ അസ്റാഫിൽ അറബി വാസറഹും യൗമൈദിൻ ബിൽ ഖിസ്മ, അതുപോലെ തന്നെ അറബിയിൽ നിന്ന് അസ്റാഫിങ്ങളിൽ നാസുകൾക്ക് കൊടുത്തു. അവർക്ക് അന്നേ ദിവസം ഓരിയിലൊന്ന് മുൻഗണന കൊടുത്തു, ഒന്ന് ദമ്മിൽ കൊടുത്തു. ഫഖാല റജുലുൻ, അപ്പോൾ ഏതോ ഒരാൾ പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഇന്നാദി കിസ്മത്തുൻ, ഇതിൽ ഓരി വെക്കലാണ്, മാവുതില ഫീഹ, ഇതിൽ നീതി ചെയ്യപ്പെട്ടിട്ടില്ല. വമാ ഉരീദ ഫീഹ വജുഹുല്ലാഹി, അല്ലാഹുവിൻ്റെ പ്രീതി ഇതിൽ ഉദ്ദേശിക്കപ്പെട്ടിട്ടുമില്ല. ഫഖുൽതു, ഞാൻ പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനോട് ഞാനിത് പറയുക തന്നെ ചെയ്യും, പടച്ചോനാണ് സത്യം. ഫാത്തൈതുഹു, അങ്ങനെ ഞാൻ മുത്തനബിയുടെ ഹദറത്ത് ചെന്നു. അഖ്ബർതുഹു ബിമാ ഖാല, ഈ ആൾ പറഞ്ഞത് ഞാൻ മുത്തനബിന് മുമ്പിൽ അവതരിപ്പിച്ചു. തഗയ്യറ വജൂ, തങ്ങളുടെ മുഖം വിവരണമായി. കാനക സിർഫി, അതെന്തുപോലെ സിർഫായതുപോലെ, ചുവന്ന ചായമായതുപോലെ. സുമ്മകാല, തങ്ങൾ പറഞ്ഞു, ഹുമൻ യാദിലു, ആരാടാ നീതി ചെയ്യുന്നവൻ? ഇദാലമായതിലില്ലാഹു റസൂലുഹു, അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂൽ നീതി കാണിച്ചിട്ട് നീതി കാണിക്കുന്നവൻ ആരാണ്? സുമ്മകാല, പിന്നെ റസൂൽ പറഞ്ഞു, ഇർഹമുല്ലാഹു മൂസ, മൂസാ നബിക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, മൂസാ നബി പാവട്ടോ. കത് ഊതിയ ബി അക്സറ മിൻ ഹാദാ, ഇതിനേക്കാൾ അധികരിച്ചത് കൊണ്ട് നബി ഇടങ്ങേറാക്കപ്പെട്ടിട്ട് ഫസബറ, അന്നാ ക്ഷമിച്ച മൂസ ഉണ്ടല്ലോ, പാവാണ് ആ മൂസ അലൈഹിസ്സലാം. ഫഖുൽതു, ഞാൻ പറഞ്ഞു, ജാജറമ, അർഹമായിട്ടുണ്ട്. ഇല്ലാ റഫൗഇലൈഹി ബഅദഹാ ഹദീസാ, ഇനി മേലാൽ ഈ ബുദ്ധിണ്ടെങ്കിൽ മുത്തബിനെ നേരത്ത് വർത്തമാനത്തെ ഞാൻ ഉയർത്തൂല. ഇനി ഈ കേസുമായിട്ട് ഞാൻ കാണിച്ചല്ല കുറേ പറയാൻ പോകില്ല. മുത്തഫഖുൻ അലൈഹി. വഖൗലുഹു കസിർഫി, നബി കസിരി സ്വാദിലു ഹുമലത്തി വോ സിബുൻ അഹ്മർ, ചുവന്നതായിരിക്കുന്ന ചായം നാർത്തം. അല്ലാഹു ഒരു അടിമക്ക് ഹൈർ ഉദ്ദേശിച്ചാൽ ദുനിയാവിൽ ശിക്ഷ അള്ളാഹു തൃപ്തിയാക്കി കൊടുക്കുന്നതാണ്. അള്ളാഹു സ്വർഗം കൊടുക്കാൻ വിചാരിച്ച മനുഷ്യനാണ്. അള്ളാഹു ഒരു മനുഷ്യന് നാളെ മരിച്ച സ്വർഗം കൊടുക്കാൻ വിചാരിച്ച മനുഷ്യനാണ്. പക്ഷേ ആ മനുഷ്യനെ
പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ കുറേ ദുന്യാവിൽ ശിക്ഷ അങ്ങനെ കൊടുക്കും. ഇതിനറിയോ? സ്വർഗം വാങ്ങാൻ മാത്രമുള്ള ഇബാദത്തും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ദുന്യാവിൽ കുറേ എന്ത് കൊടുക്കും? വേദനയും യാതനയും ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകൾ കൊടുക്കും. വൈദാറാദുല്ലാഹു അബ്ദിഹി ഷർറ, ഷർറാണ് ഉദ്ദേശിച്ചതെങ്കിലോ ഓൻ ഏതായാലും മരിച്ചാൽ നരകത്തേക്കാണ് പോകാനുള്ളത്. ആരമാതിരി? പിന്നെ ഫിറോൻ്റെ മാതിരി. അങ്ങനെയാണെങ്കിൽ അംസക്കാൻ വിധംബിഹി, പാപങ്ങൾ എത്ര ചെയ്താലും അള്ളാഹു തടഞ്ഞു വെക്കും, ഒന്നും കാട്ടൂല. 400 കൊല്ലം ജീവിച്ചിട്ടോ ആ ചങ്ങായിക്ക് തലവേദന, വയറ്റുന്നോക്കോ, പള്ളിവേദന, ഒരസുഖമില്ല, സുഖസുന്ദരമായി ജീവിച്ചു, സുഖമായിട്ടാണ് ജീവിച്ചു. താരാട്ട് പാടാൻ തോഴിമാർ സുഖമായിട്ടാണ് ജീവിച്ചു. ഹത്തായുവാഫിയ ബിഹി യൗമൽ ഖിയാമ, തെറ്റിൻ്റെ ശിക്ഷ മുഴുവൻ ഫുള്ളായിട്ട് ഖിയാമത്ത് നാളിൽ കൊടുക്കും. ഫുള്ളായിട്ട് കൊടുക്കാൻ വേണ്ടിങ്ങാണ്ട് ദുന്യാവിൽ സുഖമായിട്ടാണ് കൊടുക്കും. വഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ ഇദമൽ ജസായി, പ്രതിഫലം വണ്ണമാകൽ മഅദമിൽ ബലായി, പരീക്ഷണ വണ്ണമാകുമ്പോഴാണ്. വയറുവേദന, തലവേദന, പല്ലുവേദന, അതുവേറെ സാമ്പത്തിക പ്രതിസന്ധി, ബുദ്ധിമുട്ട്, കഷ്ടപ്പാട്, അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും വണ്ണമായ പ്രതിഫലം കിട്ടാൻ. വഇന്നല്ലാഹു തആല ഇദാ അഹബ്ബ അബ്ദൻ ഖൗമൻ, ഒരു ഖൗമിനെ അല്ലാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇബ്തലാഹുമുല്ലാഹു, അല്ലാഹു അവരെ പരീക്ഷിക്കും. ഫമൻ റളിയ, അത് പൊരുത്തപ്പെട്ടാൽ ഫലഹു റിളാഹു, അവൻ അല്ലാഹുവിൻ്റെ റിള ഉണ്ടാകും. വമൻ സഖിത ഫലഹു സുഖ്തു, ദേഷ്യം പിടിച്ചാൽ അല്ലാഹുവിൻ്റെ ദേഷ്യം ഉണ്ടാകും. പടച്ചോനെ ജിന്നിങ്ങനെ കാട്ടിയല്ലോ, ജിന്നോട് ഇങ്ങനെ കാട്ടാൻ പാടില്ല ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് ദേഷ്യമാണ് ഈ കാര്യം. അള്ളാഹു വെച്ച് തന്ന് ഞാൻ 100% സന്തോഷം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലോ അള്ളാഹ് അവനോട് പൊരുത്തുവാണ് ഈ കാര്യം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല കാന ഇബ്നുൽ അബീ തൽഹ, അബൂ തൽഹക്കുള്ള ഒരു മോനായി, യസ്തക്കി, സുഖമില്ലാതെ കിടക്കുന്നവനായി. ഫഖറജ അബൂ തൽഹ, അബൂ തൽഹ റളിയല്ലാഹു അൻഹു എന്ത് ആവശ്യത്തിന് പുറത്തു പോയതായിരുന്നു. ഫഖുബില നബിയ്യ, സമയത്ത് കുട്ടി മരിച്ചു. ഫലമ്മ റജ അബൂ തൽഹ, അബൂ തൽഹ റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നപ്പോൾ കാല ചോദിച്ചു, മാ ഫഅല ബിനി, കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? കാലത്ത് ഉമ്മുസലൈം പറഞ്ഞു, വഹിയ ഉമ്മുസബി, അതാരും കൂടിയും തന്നെയാണ്, അനസിൻ്റെയും കൂടിയും തന്നെയാണ്, ഈ കുട്ടീൻ്റെയും തന്നെ. ഉമ്മുസലൈം പറഞ്ഞു, അസ്കനുമാക്കാന, മുമ്പുണ്ടായതിനേക്കാൾ കുറച്ച് അടക്കമാണ് പറഞ്ഞു. രണ്ടർത്ഥം വെക്ക അസ്കൻ എന്നുള്ളതിന്, സുഖമായിരുന്നു നോക്കാൻ പറ്റ ജീവൻ പോയിന്ന് ആകാം. അസ്കനുമാക്കാനായിരുന്നു. അങ്ങനെ ഭർത്താവ് എന്ത് വിചാരിച്ച് കൊണക്കെടുക്ക മാറിയേക്കും വിചാരിച്ച്. ഫഖറബത്തിലഹിൽ അശ, വൈകുന്നേരത്തെ ഭക്ഷണം ഭർത്താവിലേക്ക് ഭാര്യ അടുപ്പിച്ചു കൊടുത്തു. ഫതാശ, അദ്ദേഹം വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിച്ചു. ഓരോ ഭക്ഷണം കഴിക്കലും റൂബിൻ്റെ അല്പം മുമ്പായിട്ടാണ്. അങ്ങനെ സുമ്മ അസാബമിന്ന, ഭാര്യയിൽ നിന്ന് അദ്ദേഹം എത്തിക്കേണ്ടത് എത്തിച്ചു പറഞ്ഞാൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടു. ഫലമ്മ പറക, അതൊക്കെ കഴിഞ്ഞപ്പോൾ കാലത്ത് ഭാര്യ പറഞ്ഞു, വാറുസബിയ, കുട്ടിയെ കൊണ്ടുപോയി മറവ് ചെയ്തളിയായിരുന്നു. ഫലമ്മ അസ്ബ അബൂ തൽഹ, അബൂ തൽഹ റളിയല്ലാഹു അൻഹു നേരം വെളുത്തപ്പോൾ അതാ റസൂലല്ലാഹി, റസൂലുള്ളാഹിൻ്റെ അതിർത്ത് ചെന്നിട്ട് അഖ്ബറഹു, വിഷയം അവതരിപ്പിച്ചു. ഫഖാല, തങ്ങൾ പറഞ്ഞു, അയറസ്തുമുല്ലൈല, രാത്രി നിങ്ങൾ മധുവിധു ആഘോഷിച്ചുവോ? കാല, അദ്ദേഹം പറഞ്ഞു, നഅം. കാല, അല്ലാഹു ബാരിക് ലഹുമാ, അവർക്ക് നീ ബറക്കത്ത് ചെയ്യണേ. മുത്തനബിൻ്റെ ദുആണ് കിട്ടിയേ. അങ്ങനെ വദലദത്ത് ഗുലാമന്, കുട്ടിയെ പ്രസവിച്ചു. കാലലി അബൂ തൽഹന്നോട് പറഞ്ഞു, ഇഹ്മിൽഹു, പിന്നെ ഈ അനസെ മോനെ, ഈ കുട്ടിയെ നീക്ക് ചുമന്നുകൊണ്ട് പോകണം. എത്താ തേത്തിയ ബിഹി അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കുട്ടിയെ നീ അബൂ തൽഹൻ്റെ ഉത്തരവിൻ്റെ അതിർത്ത് കൊണ്ടുപോകണം. 10 മാസം കഴിഞ്ഞ് നിർത്താനാണ് പറഞ്ഞത് കേട്ടോ, അതല്ലാതെ നാല് പിറ്റേന്നല്ല. പിന്നെ ഇപ്പോൾ വലതത്ത് പറഞ്ഞാൽ പ്രസവിച്ചു പറഞ്ഞാൽ നേരെ രാവിലെ തന്നെ പ്രസവിച്ചു എന്നല്ല പറഞ്ഞത്, 10 മാസം കഴിഞ്ഞിട്ട് പ്രസവിച്ചു. ഫവാദമാഹു അമ്രാത്തിൻ, കൂടെ കുറച്ച് കാരക്കും കൊടുത്തയച്ചു. ഫക്കാല, തങ്ങൾ ചോദിച്ചു, ആ മാഹു ഷെയ്യുൻ, എന്താ ഒപ്പം വല്ലതും ഉണ്ടോ? ഞാൻ ഉണ്ട്, തമ്രാത്തും കുറച്ച് കാരക്കുണ്ട് കാരണം. ഫഹദഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി എടുത്തു. അള്ളാഹ, കാരക്ക ചവച്ചു. സുമഹദഹാമിൻ ഫിഹി, വായിൽ നിന്ന് ആ കാരക്ക പുറത്തെടുത്തു. ഫജാലഹ ഫി ഫിന്നി ഫി ഫിസ്സബി, കുട്ടിൻ്റെ വായയിൽ അതാക്കി കൊടുത്തു. സുമ്മഹന്നക ഹൂ, കുട്ടിക്കത് മധുരമാക്കി. വസമ്മാഹു അബ്ദല്ലാ, കുട്ടിക്ക് അബ്ദുള്ള എന്ന് പേരിടുകയും ചെയ്തു. മുത്തഫഖുൻ അലൈഹി, പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിന്. പേരിടാൻ വേണ്ടി ആദ്യത്ത് കൊണ്ടുപോകും, ഉസ്താദ്മാരത്തൊക്കെ കൊണ്ടുപോകും, വല്ലന്മാരത്ത് കൊണ്ടുപോകും, മഹാന്മാരത്തൊക്കെ കൊണ്ടുപോകും പേരിടാൻ വേണ്ടിയിട്ട്. മധുരം കൊടുക്കാനും സ്വാലിഹീങ്ങളുടെ തുമ്മിനീര് കലർന്ന
തുമി എന്നതായിക്കോട്ടെ കുട്ടിൻ്റെ വയറിലേക്ക് ആദ്യത്തെ നിന്ന് കണ്ടിട്ട് ഒക്കെ കൊടുക്കും. ഒഫിരിവാരി ബുഹാരി പാട്ടിൽ കാണാം കാലവിനീന പറയണേ. ഇപ്പോൾ കാലജുലുമൽ അൻസാർ അൻസാർ ഇവിടെ റജുൽ പറയാണ്, ഇവർ ഐദു ഔലാദിൻ 9 മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. കൊല്ലവും അത് കറവ് ഖുറാൻ ഓലൊക്കെ ഖുറാൻ പഠിച്ചവരാൻ. യാനിമിൻ ഔലാദി ആദിൽ അബ്ദുല്ലാഹിൽ മൗലൂദ്. അന്ന് മുത്തനബിൻ്റെ മധുരം കിട്ടിയതായിരിക്കുന്ന അബ്ദുള്ള എന്ന് പേരിട്ട ആളില്ലേ, അദ്ദേഹം വലുതായിട്ട് അദ്ദേഹത്തിൻ്റെ മക്കൾ 9 ഉണ്ടായി. ആ 9 ഖുർആൻ പഠിച്ച മക്കളാണ്. വഫി റിവായത്തിൽ മുസ്ലിമിൻ മാ തബിനുല്ലി അബി തൽഹമിൻ ഉമ്മുസ്ലൈം. ഉമ്മുസ്ലൈമിൽ നിന്ന് അബൂ തൽഹക്കുണ്ടായ കുട്ടി മരിച്ചു. കാലത്തിൽ അഖിലിഹ വീട്ടുകാരോട് ഉമ്മ പറഞ്ഞു, ലാ തുഹദ്ദിസു അബാ തൽഹ ബിബ്നിഹി, എൻ്റെ ഭർത്താവിനോട് കുട്ടിൻ്റെ വർത്താനം ഉണ്ടരുത് കേട്ടോ. അത്താക്കൂൻ അനുവാദ്യത്തു വിഷയം ഞാനായിക്കോട്ടെ അവതരിപ്പിക്കുന്നത്, കുട്ടി വാപ്പനോട് നിങ്ങൾ ആ വിഷയം പറയത്തിട്ടോ പറഞ്ഞോ. അപ്പോൾ അങ്ങനെ ഭർത്താവ് വന്നു. അപ്പോൾ കറവത്തിലേക്ക് അഷാൻ ഭർത്താവിലേക്ക് വൈകുന്നേരത്തെ ഭക്ഷണം കടുപ്പിച്ചു കൊടുത്തു. വാക്കല അദ്ദേഹം തിന്നു. ഷരിബ അദ്ദേഹം കുടിച്ചു. തസന്നത്തിലോ ഭർത്താവിന് വേണ്ടി അവൾ അണിഞ്ഞൊരുങ്ങി. ആസനമാക്കാനത്ത് തസന്നഴു അവൾ മുമ്പ് അണിഞ്ഞൊരുങ്ങുന്നതിൽ കവലതാരിക്ക ഇതിന് മുമ്പ് അണിഞ്ഞിരിക്കുന്നതിനേക്കാൾ ഏറ്റവും മെച്ചമായ നിലയിൽ കവിയ അവളുമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ടു. അമ്മ റാത്ത് അവൾക്ക് മനസ്സിലായപ്പോൾ അന്നോക ഷബിയ വാസാവിന്ന വയർന്നറിയിക്കും തന്നിൽ നിന്ന് കിട്ടും ചെയ്തെന്ന് മനസ്സിലായപ്പം കാലത്ത് ഭാര്യ പറഞ്ഞു, യാബാതല്ല അബൂതല്ല റായിത്ത, നിങ്ങൾ പറഞ്ഞാട്ടെ ലൗവന്ന കൗമന്ന ആറു ആര്യത്വവും അകത്തി ഒരേ വായ്പ കൊടുക്കുന്ന ആളുകൾ ഒരു വീട്ടുകാർക്ക് ഒരു വസ്തു വായ്പ കൊടുത്താൽ തലപ്പുവാരിയെത്തും പോലെ വസ്തു അവർ അന്വേഷിച്ച് വരികയും ചെയ്താൽ, ഉടമക്കാർ അന്വേഷിച്ച് വരികയും ചെയ്താൽ അലഹും ഈ വീട്ടുകാർക്ക് പറ്റുമോ, യംനഊഹും ആ ഉടമക്കാർ തടയാൻ പറ്റുമോ. യഥാർത്ഥ ഉടമക്കാർ വന്നുകാണ്ടേ നിങ്ങളാ കൊണ്ടുപോയിന് സാധനം കാട്ടിക്കാണ്ടി അറിഞ്ഞിട്ട് തെരുവിലാകാൻ പറ്റുമോ. കാലല്ല പറ്റില്ലായിരുന്നു കാലത്ത്. അപ്പം ഭാര്യ പറഞ്ഞു, ഫഹത്തസിബ് പിന്നക്ക് ആ കുട്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്തോളി, അള്ളാഹിൻ്റെ കൂലി തേടിക്കോളിയായിരുന്നു. അങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കുട്ടിയാണ്. അള്ളാഹ് തൽക്കാലം കയ്യിൽ നിന്നുള്ളൂ. അള്ളാഹ് കൊണ്ടുപോവുകയും ചെയ്തു. അതിന് നിങ്ങൾക്ക് എത്തേയും പറയാൻ പറ്റുമോ എന്നർത്ഥം. എന്നെ അദ്ദേഹത്തിനക്ക് ദേഷ്യം വന്നോ. തുമ്മ കാല തറക്കിത്തിനി, നീ എന്നെ വീരമറിയിക്കാതെ ഒഴിച്ചിട്ടുമല്ലേ. ഹത്തായിതാ തലത്തൊഹത്തു, ഞാനാകെ പൊരുളുന്നത് വരെയും എന്നെ നീ വിഷയം അവതരിപ്പിക്കാതെ ഒഴിച്ചിട്ടില്ലായിരുന്നു. സുമ്മ അഖ്ബർത്തിനി നീ പിന്നെയാണല്ലേ മോൻ്റെ വർത്താനേക്ക് പറയണത് ആയിരുന്നു. അങ്ങനെ പന്തലക്ക അദ്ദേഹം പോയി. എത്താത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബറഹു ബിമാ കാന, ഉത്തരവിനത് എന്നാണ് സംഭവിച്ചൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാറക്കല്ലാഹു ഫീഹികുമാ, നിങ്ങൾ രാത്രി സംഭവിച്ച കാര്യം അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ ആയിരുന്നു. കാല റിപ്പോർട്ടർ പറയാണ്, അമലത്ത് അങ്ങനെ അതിൽ മുസ്ലിം ഗർഭിണിയായി. കാല വക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ വഹിയമാഹു, റസൂലുള്ളാഹിയായിരുന്നു ഒരു യാത്രയിൽ ഇവൾ കൂടെ ഉണ്ടായിരുന്നു. വക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയുടെ സ്വഭാവം ഉണ്ടായിരുന്നു. യാത്ര മദീനത്ത മിൻ സഫരിൻ, ഈ യാത്ര പിൻമഴിഞ്ഞാണ്ട് മദീനത്തേക്ക് വരുമ്പോൾ തുറക്ക രാത്രി ഇങ്ങനെ എന്ത് ചെയ്യില്ല, വാതിലേക്ക് വന്നുകാണ്ട് വീട്ടിൽ മുട്ടൂലായിരുന്നു. അപ്പോൾ തനോൽ മദീനത്തി, അങ്ങനെ മദീനൻ്റെ അടുത്തെത്തിയപ്പോൾ ലർബാൽ മഹാലു മുസ്ലിം എനിക്ക് പ്രസവ നമ്പരം വന്നു. അബൂതല്ല ഭാര്യൻ്റെ പേരിൽ തടഞ്ഞു വെക്കേണ്ടി വന്നു. എന്നും കണ്ടവളെ നിന്നോളിട്ടോ. ഭർത്താവിനോട് പറഞ്ഞു, ഈ ഭാര്യയ്ക്ക് ഇപ്പോൾ സുഖമില്ലല്ലോ, അതുകൊണ്ട് ടെൻ്റ് അടിച്ച് കാണ്ട് നിങ്ങളുടെ അവിടെ കൂടിക്കോളി, ഞങ്ങൾക്ക് മദീനത്തേക്ക് പോകാറ്. പന്തലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. സ്വഹാബാക്കളൊക്കെ പോയി. അബൂതൽഹയും ഭാര്യ അവിടെ നിന്നോ. കാല യഖൂൽ അബൂതൽഹ ഇന്നക ലതഅലമു യാ റബ്ബി, റബ്ബേ നീ അറിയുന്നവനാണല്ലോ അന്ന ഉച്ചപാടും കാര്യം യുഅ്ജിബുനി, എനിക്ക് സന്തോഷമാണ്. റസൂലില്ല, റസൂലുള്ളാഹിന്റെ കൂടെ പുറപ്പെടാൻ എനിക്ക് ഇഷ്ടമാണ് എന്നും. ഇതാഹറ പുറപ്പെടുമ്പോൾ അതുഹുലമാഹു ഇതാഹല, റസൂലുള്ള സ്ഥലത്തേക്ക് കയറുമ്പോൾ തങ്ങളുടെ കൂടെ ഞാൻ കയറുന്നത് എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് അറിയല്ലോ റബ്ബേ. ഫഖദ് ബിമാ തറാനി, കാണുന്ന ഒന്നുകൊണ്ട് അള്ളാഹുവേ എഹ്തുബിസ്തു എന്നാ വേണ്ടത്, അല്ലേ ഇഹ്തബസ്തുന് കേട്ടോ, ഞാൻ തടഞ്ഞവനായി. തഖൂലു മുസ്ലിം പറയുന്നുണ്ട്, യാബാതല്ല അബൂതല്ല മാജിദുല്ലദീ കുന്തു അജിദു, മുമ്പുണ്ടായിന് അതൊരു വേദന, ഇപ്പം എല്ലാറും മുമ്പുണ്ടായിന് എത്ര വേദന, ഇപ്പം എല്ലാറും എന്തലേക്ക് നിങ്ങൾ പോകാറ്. അങ്ങനെ പന്തക്കനാ അങ്ങ് കഴിഞ്ഞാൽ പോയി. കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ട്, നമുക്ക് പോകല്ലേ ആയിക്കോട്ടെ പോകാറുണ്ട്.
അങ്ങനെ വളറവാൽ മഹാദീന കദിമാൽ മദീന രണ്ടുപേരും മദീനത്തെത്തിയപ്പോഴാണ് പിന്നെ വേദന വന്നത്. ഫലതൂലാം ആ മദീനത്ത് തന്നെ കുട്ടിയെ പ്രസവിച്ചു. കാലത്തിൽ ഉമ്മി ഉമ്മനോട് പറഞ്ഞു, യാ അൻസു അൻസേ ലാ യുർളിഹു അഹദുൻ, ആരും ഈ കുട്ടിക്ക് മുല കൊടുക്കരുത്. ഹത്താ തഗ്ദുവ ബിഹി അലാ റസൂലില്ല, റസൂലുള്ളാഹിന്റെ മേൽ രാവിലെ ചെല്ലുന്നത് വരെ. സമ്മാസ്ബ നേരം വെളുത്തപ്പോൾ അഹത്തമൽത്തുഹു, അനസ് പറയാണ്, ഞാനാ കുട്ടി ചുമന്നുകൊണ്ട് പോയി ബിഹീല റസൂലില്ല റസൂലുള്ളാഹിന്റെ അടുത്തേക്ക്. അപ്പോൾ തക്കറ തമാമല്ല ദീദി ബാക്കിയൊക്കെ പറഞ്ഞു. അപ്പോൾ കൊടുത്തു അബ്ദുള്ളാഹിന് പേരിട്ട വിഷയമൊക്കെ പിന്നെ പറഞ്ഞു. വഅന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ലൈസ ശദീദു, മല്ലൻ അല്ല, ബിസ്റുറ, തള്ളി വീഴ്ത്തുന്നവനല്ല. ഇന്നമ ശദീദു, നിശ്ചയമായിട്ട് മല്ലൻ എന്ന് പറഞ്ഞാൽ, ശക്തൻ എന്ന് പറഞ്ഞാൽ, അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബി, ദേഷ്യം വരുമ്പോൾ മനസ്സിനെ തടഞ്ഞു വെക്കാൻ വെക്കുന്നവനാണ്. തഫഖുൻ അലൈഹി. വസുറ എന്ന് പറഞ്ഞാൽ ഇൻദൽ അറബി, അറബി എടുക്കാൻ അസ്ലിയ മാനാമ യസ്റഉന്നാസ് കസീറ, ധാരാളം മനുഷ്യന്മാരെ തള്ളിവീഴ്ത്താൻ വയ്ക്കുന്ന ആക്കാണെന്ത് പറയാ, സുറ എന്ന് പറയാൻ. ശരി, തള്ളിവീഴ്ത്തുന്നവൻ. മല്ലെന്ന് പറഞ്ഞാൽ നാലാളെ തള്ളിടാൻ വയ്ക്കണമെന്നല്ല. പിന്നെ വൻ സുലൈമാൻ ബിൻ സുറദിൻ അന്നഹു ഖാല കുന്തു ജാലിസൻ മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വറജുലാൻ യസ്തബ്ബാനി, രണ്ടാൾ പൊരിഞ്ഞ ചീത്തയാണ്. വഹദുമാ ഖദ് ഹമറജു, ഒരാളുടെ മുഖൊക്കെ പാടങ്ങട്ട് ചുവന്ന് തുടിച്ചിട്ടുണ്ട്. വന്തഫഹദൗദാജുഹു, നരമ്പുകളൊക്കെ വീർത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയൊക്കെ ഇതാ ഇതിലൊക്കെ നരമ്പൊക്കെ വീർത്ത് ദേഷ്യങ്ങൾ പിടിച്ചിട്ട്. അപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ലഅലമു കലിമത്തൻ, എനിക്കൊരു വാക്കറിയാം, ലൗകാല ഹാല ദഹബന്നു മാജിദു, ആ വാക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓനത്തൊട്ട് ഇപ്പോഴുള്ള പ്രശ്നം അങ്ങ് നീങ്ങിപ്പോകും. ലൗകാല അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞാൽ ദഹബന്നു മാജിദു, എത്തിക്കുന്നതായ ബുദ്ധിമുട്ടോന് നീങ്ങിപ്പോകുന്നതാണ്. ഫഖാലൂ ലഹു, അവർ പറഞ്ഞു, ഇന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, തഅവദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. മുത്തഫഖുൻ അലൈഹി. ശരി, അഊദുനെ ചൊല്ലിയാൽ മതി ദേഷ്യം വരുമ്പോഴേ. ഫാൻ മുആദ് ബിൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, മൻകലമാ വയല്ല, ആരെയും ദേഷ്യം കടിച്ചമർത്തിയാൽ വഹുവ ഖാദിറുൻ അലാ യൻഫിദഹു, വന്ന ദേഷ്യത്തിനനുസരിച്ച് സംഗതി നടപ്പാക്കാൻ അവന് കഴിയും. എന്നിട്ടും ദേഷ്യം അടക്കി പിടിച്ചാൽ ദഅഹുല്ലാഹു സുബ്ഹാനഹു വ തആല അലാ റഊസിൽ ഖലായിഖി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ജനസാന്നിധ്യത്തിൽ അള്ളാഹനെ വിളിക്കുന്നതാണ്. ഹത്താ യുഖയ്യിറഹു മിനൽ ഹൂറിൽ ഐനി മാ ശാ, എന്നിട്ട് അവരെ ഹൂറിലീങ്ങളിൽ ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകുന്നതാണ്. വൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റജുലൻ ഖാല ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔസിനി, ഒരാൾ പറഞ്ഞു നബിയോട് പറഞ്ഞു, നബിയെ എനിക്കൊരു വസിയത്ത് വേണമെന്ന് പറഞ്ഞു. കാല, തങ്ങൾ പറഞ്ഞു, ലാ തഗള്, ദേഷ്യം പിടിക്കരുത് പറഞ്ഞു. റദ്ദതായി, ഇയാൾ വീണ്ടും 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 പറഞ്ഞപ്പോഴും നബി തങ്ങൾ മറുപടി കൊടുത്തത് എന്താ, മിറാറം ചോദിച്ചപ്പോഴും കാലം ലാ തഗളബ്, അപ്പോഴൊക്കെ അതിനെ പറയണേ, നബി എനിക്ക് വസിയത്ത് തരികയാണ് ലാ തഗളബ് കാരണം, അതഞ്ഞായിക്കോട്ടെ നീ വേറെ നേരിയാറുണ്ട്. അപ്പോൾ ലാ തഗളബ് കാരണം എത്ര വട്ടം ചോദിച്ചാലും മറുപടി തന്നെ, ദേഷ്യപ്പെടരുത് കാരണം. റവാഹുൽ ബുഖാരി. وعن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم لا يزال البلاء بالمؤمن, പരീക്ഷണങ്ങൾ മുഅ്മിനിക്ക് ഉണ്ടായിക്കൊണ്ടായിരിക്കും. മുഅ്മിനത്തി, മുഅ്മിനത്തായ പെണ്ണിലും, ഫി നഫ്സിഹി വാലദി, വാലദി തടിയിലും, മക്കളിലും, സമ്പത്തിലും, ഹത്താ അൽക്കല്ലാഹു തആല, അള്ളാഹനെ കണ്ടുമുട്ടുന്നത് വരെ, യദ്സിലു വമാലൈഹി ഖത്തിയ, ഓനവിൽ പാപവും ഇല്ലാത്തവരിൽ കണ്ടുമുട്ടുന്നത് വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. റവാഹു തിർമിദി വഖാല ഹദീസുൻ ഹസനുൻ സഹീഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖദിമ ഉയൈനതു ബിൻ സിനിൻ, ഉയൈന റളിയല്ലാഹു അൻഹു മുന്നിട്ട് വന്നവൻ നസല അലാ ഇബ്നി അഖീഹിൽ ഹുദ് ഇബ്നു ഖൈസിൻ, തൻ്റെ സഹോദരൻ്റെ മോനാകുന്ന ഹുർറു എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. മൂപ്പരെ അടുത്ത് രാത്രി താമസിച്ചാൽ ഇറങ്ങി താമസിച്ചു. അപ്പോൾ കാനവൻ നഫരില്ലദീന യുദ്നീഹിം ഉമറു, എന്നാൽ ഇദ്ദേഹം പിന്നെ ഉമറുല്ലാഹുവിൻ്റെ ദർബാറിൽ ഉമറുല്ലാൻ്റെ ഒപ്പം ഉണ്ടാണപ്പെട്ടതാണ്. ഉമറുല്ലാൻ്റെ രാജ്യം ഭരിക്കുന്ന കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു അന്ന് ഭരണാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ അന്വേഷിക്കുന്ന വിഷയങ്ങൾ സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ദർബാറിൽ കുറേ ആൾക്കാരുണ്ട്, കൂടിയാലോചന നടത്തുന്ന ആളുകൾ.
അങ്ങനത്തെ ആൾ നഫറിൽ പെട്ട ആളായിരുന്നു. അങ്ങനെ ഈ ഉയ്യൈനത്ത് വന്നു. എങ്ങനെ വന്നിട്ടോ വക്കാനൽ ഖുറാവു വലിയ വലിയ പണ്ഡിതന്മാരായിരുന്നു. അസ്സാബ മജ്ലിസി ഉമറ, ഉമറിൻ്റെ മജ്ലിസിൽ നിന്നായ നസ്വാബുകളും മുഷാവറത്തിഹി അദ്ദേഹത്തിനായിരിക്കുന്ന മുഷാവറ അംഗമാരൊക്കെ പിന്നെ മുത്തനബിൻ്റെ എന്തായിരുന്നു വലിയ വലിയ പണ്ഡിതന്മാരായിരുന്നു. കുഹൂല വക്കാനൽ ഖുറാവു അസാബു എന്ന് വായിക്കല്ലേ, കുഹൂലനെ ഖബറാക്കിയാൽ മതി. കുഹൂലൻ കാനോ ശുബാനൻ, അത് മുതുവാലിയക്കന്മാരാണെങ്കിലും യുവാക്കളാണെങ്കിലും ആരാണോ പാണ്ഡിത്യമുള്ളത് അവരെയാണ് എന്താക്കുക ഉമർ റളിയല്ലാഹു അൻഹു എന്താക്കുക തൻ്റെ അന്വേഷണത്തിൻ്റെ ആൾക്കാരാക്കി മാറ്റുക. ഫഖാല ഉയ്യൈനത്തു ബിനി അഖീഹി, ഈ വന്ന ഉയ്യൈനത്ത് അഹിൻ്റെ മോനോട് പറഞ്ഞു, ഇബ്നഅഖി, എൻ്റെ അഹിൻ്റെ മോനെ, ലക വജുഹുൻ, നിനക്ക് നല്ല ഹാൻഡ് ഉണ്ടല്ലോ, ഇന്താദൽ അമീരി, ഇപ്പോഴത്തെ ഭരണാധികാരി ഉമറിൻ്റെ അടുത്ത് നല്ല ഹാൻഡ് ഉണ്ടല്ലോ നിങ്ങൾക്ക്, ആയതുകൊണ്ട് ഫസ്തഗ്ദിൻലി അലൈഹി, ഉമറിൻ്റെ മേൽ കയറി വന്ന് വല്ലതും പറയാനുള്ള ചാൻസ് ഉണ്ടാക്കി തരണം, എനിക്ക് അനുവാദം വേണ്ടി അയക്കണം. നമ്മളെ പിന്നെ എൻ്റെ ഒരു എളാപ്പുണ്ട്, ഒരു അമ്മയുണ്ട് ഇവിടെ, അയാൾ ഒരു നമ്മുടെ അവിടെയോട് എന്തോ പറയാനുണ്ട്, എന്ത് ചെയ്താൽ മതി, ഒന്ന് പോയിട്ട് ഈ വിവരം പറഞ്ഞാൽ മതി കാരണം. അങ്ങനെ പുസ്തകത്തിന മൂപ്പർ പോയിട്ട് ചോദിച്ചു, നമ്മുടെ ഒരു അമ്മയുണ്ട് ഇവിടെ, മൂപ്പർക്ക് എന്തോ പറയാനുണ്ട് കാരണം. ആയിക്കോട്ടെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതിനല്ലോ ഉമർ അനുവാദം കൊടുത്തു. ചെന്നപ്പം വേറെ ശൈലിയിലാണ്. ഇയാൾ രാജാവിൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ അതിരുന്നല്ല. ഇപ്പം ലമ്മ ദഹല, റൂമിക്കാണ്ട് കയറിയപ്പം കാല, ഈ ഉയ്യൈനത്ത് പറഞ്ഞേ, ഹിയ, എനിക്ക് അവതരിപ്പിക്കാനുള്ള സംഭവം, യബിൻ ഹത്താബ്, എടാ ഹത്താബിൻ്റെ മോനെ, ഫവല്ലാഹി അല്ലാഹുവാണ് സത്യം, മാതീന ജസില, നമുക്ക് ധർമ്മം തരുന്നില്ല, വലാ തഹ്കു ഫീനാ ബിൽ അദിൽ, നീതി പ്രകാരം നിങ്ങൾ ഞങ്ങളുടെ നീതി വിധി പറയുന്നില്ല. എന്താണ് ഉമർ റളിയല്ലാഹു അൻഹു, ആരാണ് ഉമർ എന്നവർ? വല്ലാത്തൊരു മനുഷ്യനാണ് ഉമർ എന്നവർ. ഞാൻ ആ ഉമർ എന്നവരാ പറഞ്ഞത് നീതി എത്തുന്നില്ല. പോളിവ ഉമറു, ഉമറത്തേക്ക് ദേഷ്യം വന്നു. അത്ത ഹമ്മായി ഒക്കെ ബിഹി, ആളെ ചെയ്തെങ്കിലും അതുവരെ മനസ്സിൽ തോന്നിപ്പോയി. ഫക്കാലഹുൽ ഹുറു, ഉടൻ തന്നെ ഹുർ ഇടപെട്ടു. ആര്? ഹുർ ഇടപെട്ടെ. പിന്നെ ഇട്ടുകാണ്ടോ ഇവിടെ അമീർ ഉമീനെ ഇന്നല്ലാഹു തആല ഖാല നബിഹി, അള്ളാഹു അള്ളാഹുവിൻ്റെ നബിയോട് വരെ പറഞ്ഞത്, ജാഹിലീൻ, നബിയെ തങ്ങൾ അഫുവിൻ്റെ വഴി സ്വീകരിക്കണം, നന്മ കൊണ്ട് കൽപ്പിക്കണം, ജാഹിലീങ്ങളത്തോട് തിരിഞ്ഞു കളയണമെന്ന് മുത്തുനബിയോട് അള്ളാഹു പറഞ്ഞിട്ടില്ലേ? ഓ ഇന്ന ഹാദാമിനൽ ജാഹിലീൻ, സംഗതിൻ്റെ അമ്മാണെങ്കിലും ആൾ ജാഹിലാണ്. വല്ലാഹി അല്ലാഹുവാണ് സത്യം, മാ ജാവസഹ, ഈ ആയത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു അടി വെച്ചില്ല. ഈനത്തല ഉമറന്നവർ ഈനത്തലാഹാന്ന് ഓതി കൊടുത്തപ്പം ആയത്തട കേട്ട ഉമറന്നവർ എന്ത് ചെയ്തില്ല? ആയത്തെ ഓരൊക്കെ കണ്ടോ, ദിവസം കണ്ടോ, അതിന് നമ്മൾ നിൽക്കാൻ പറ്റൂല പറഞ്ഞാണ് എന്ത് ചെയ്തില്ല? ചാടിയില്ല. അങ്ങനെ അള്ളാഹ് റസൂൽ അള്ളാഹ് പറഞ്ഞ കാരണം പോയി അവിടെ ഒന്നും കാട്ടിയില്ല. വകാന വക്കാഫൻ എന്ത് കിതാബില്ല, ഉമറന്നവർ അള്ളാഹിന് കിതാബിൻ്റെ അടുക്കൽ റെഡിക്ക് നിൽക്കുന്ന ആളായിരുന്നു, എടുത്തു ചാടൂലായിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ഇന്ന ആൻസമായിട്ട് സംഭവം, സതകൂനു ബഅദി അസറാ, എൻ്റെ കാലം കഴിഞ്ഞാൽ ഇവിടെ സ്വന്തം കാര്യം സിന്ദാബാദ് കാണുന്നതാണ്. അസറാറതാ സ്വന്തം കാര്യം സിന്ദാബാദ്, അതിനെന്താ പറയുക? അസറാ അറിയാം. കൗമൂറും നുങ്കീറൂന, അനിഷ്ടമായ പല സംഭവങ്ങളും ഇവിടെ വരാൻ പോകുന്നുണ്ട്. കാലൂ, അപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹി റസൂലേ ഫമാ തഅ്മുറൂന, അന്ന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് തങ്ങൾ ഞങ്ങൾ കൽപ്പിക്കുന്നത്? കാലാ, തങ്ങൾ പറഞ്ഞു, തുഅദ്ദൂനൽ ഹഖല്ലദീ അലൈക്കും, നിങ്ങളുടെ മേലുള്ള നിർബന്ധവാദങ്ങൾ വീട്ടിക്കോളണ്ടി, തസ്അലുല്ലാഹല്ലദീ ലക്കും, ഇങ്ങക്ക് കിട്ടേണ്ട അള്ളാഹുവിനോട് ചോദിച്ചോളണ്ടി, രാജാവിന് ചോദിച്ചാൽ നടക്കണ്ട. ഇങ്ങക്ക് കിട്ടേണ്ടത് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചോളണ്ടി, നിങ്ങൾ അങ്ങോട്ട് രാജാവിന് കൊടുക്കേണ്ടത് കൊടുക്കും ചെയ്തേക്കേണ്ടി പറഞ്ഞു. ഇങ്ങോട്ട് കിട്ടേണ്ട ആനുകൂല്യം ആരോട് ചോദിച്ചാൽ മതി? അള്ളാഹുവിനോട് ചോദിച്ചാൽ. കൊടുക്കേണ്ട ബാധ്യത അത് കൊടുക്കും ചെയ്യുക, നികുതിയും മറ്റും മുറിച്ച് കൊടുത്തേക്കേണ്ടി. തഫഖുൻ അലൈഹി, അസറ എന്ന് പറഞ്ഞാൽ ഇൻഫിറാദ് വിഷയ് എമ്മല്ലഹു ഹക്കും ഫീഹി ഹക്കുൻ, ഏതൊന്നിനും ഹക്കുണ്ടോ അങ്ങനത്തെ എന്തിനെ വിട്ടൊരു ചെയ്യുകൊണ്ട് സ്വന്തം തനിക്കണേനാണ് അസറ എന്ന് പറയലേ, അതിൻ്റെ സ്വന്തം കാര്യം എന്ന് പറഞ്ഞത്.
നബി യഹ്യ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു അന്ന റജുലൻ മിനൽ അൻസാർ അൻസാരപ്പെട്ട ഒരാൾ കാല യാ റസൂലല്ലാഹ് അലാ തസ്താമിരിനി കമസ്താമൽ ഫുലാനൻ ഫുലാനെ ഗവർണറാക്കിയ മാതിരി ഈ എന്നെയും കൂടി ഗവർണറാക്കി കൂടെ ചോദിച്ചു. സർക്കാർ ജോലി നമുക്കും പറ്റൂലേ? ഫക്കാല റസൂൽ പറഞ്ഞു ഇന്നക്കും സുതൽക്കൗനമാതി അസറാ, എൻ്റെ കാലം കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തം കാര്യം കാണും. ഫസ്ബിറു അത്തൗനിയൽ ഹൗള്, നീ ക്ഷമിച്ച് നിന്നോളണ്ടി. ആ സമയത്ത് ഹൗളിൻ്റെ അടുത്ത് നിങ്ങളെ എന്നെ കണ്ടുമുട്ടുന്നവരെ ക്ഷമിച്ചോളണ്ടി. അല്ലാതെ നന്നാക്കിയെടുക്കാൻ നോക്കിയിട്ട് നന്നാവൂല. പിന്നെ നിങ്ങൾ ക്ഷമിച്ചങ്ങ് നിന്നോളണ്ടി, നമുക്ക് അവിടുന്ന് കാണാം, നാളെ ഹൗദും കന്ന് കാണാം. മുത്തഫഖുൻ അലൈഹി. ഉസൈദ് എന്ന് വായിക്കണം, അസീദ് വായിക്കരുത്. ലാംസുകൊണ്ട് ഹുലൈർ എന്ന് വായിക്കണം. ഹലീറല്ല, ബിഹായി മഹുമലത്താണ്, മൽമൂമത്തുമാണ്. ഖദീർ എന്ന് വായിക്കരുത്, ഹായ് വായിക്കണം. ഹു എന്ന് വായിക്കണം, ഹാന്ന് വായിക്കരുത്. ലാദും മത്തുവാത്താണ്, ലൈർ എന്നാണ്, പുള്ളിയുള്ള ലാദാണ്. പിന്നെ വൻ മുത്തഫഖുൻ അല്ലാഹു അലം. وعن أبي إبراهيم عبد الله بن أبي أوفى رضي الله عنهما أن رسول الله صلى الله عليه وسلم رسول الله തങ്ങൾ അവിടുത്തെ അയ്യാമിൽ നിന്ന് ഏതൊരു യൗമിൽ അല്ലത്തി ലഖിയബിൽ അത് ശത്രുക്കൾ കണ്ടുമുട്ടിയത് ആ യൗമിൽ നിന്നൊരു യൗമിൽ ഇന്ദറ തങ്ങൾ കാത്തു നിന്നു. അത്തായിദാ മാലത്തി ശംസൂ, അങ്ങനെ സൂര്യൻ ചാഞ്ഞപ്പോൾ കാമവീൻ തങ്ങൾ അവരിൽ പ്രസംഗിക്കാൻ വേണ്ടി നിന്നു. ഫഖാല യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ശത്രുക്കളെ കണ്ടുമുട്ടാൻ നിങ്ങൾ പൂതി വെക്കരുത്. യുദ്ധത്തിന് ചെയ്യേണ്ടെന്ന ചെയ്യാന്നല്ലാതെ ശത്രുക്കൾ കണ്ടുമുട്ടാൻ വേണ്ടി നിങ്ങൾ പൂതിച്ചത് വരക്കാൻ നിൽക്കണ്ട. അസ്സലുല്ലാ ലാഫിയ, അള്ളാൻ ആഫിയത്ത് ചോദിച്ചോളണ്ടി. അല്ലാതെ പഠിച്ചവനെ ശത്രുക്കളെ വിട് അങ്ങനെ പേർക്കൊന്നും വേണ്ട. ഫൈദ ലക്കീത്തുമൂം വസ്ബിറു, ശത്രു കണ്ട് മുട്ടിയ ക്ഷമിച്ചോളണ്ടി. വാലമൂ, നിങ്ങൾ മനസ്സിലാക്കണം, മന്നജന്നത സുയൂഫ്, വാളിൻ്റെ നേടുകളുടെ താഴെയാണ് സ്വർഗം. കാല റസൂലുള്ളാഹി സുമ്മക്കാല റസൂലുള്ള പറഞ്ഞു, അല്ലാഹു മുൻസിൽ കിതാബ് ഉജ്രിയ സഹാബ് ആജിബൽ അഹ്സാബ്, അള്ളാഹ് കിതാബ് ഇറക്കിയ റബ്ബേ, കാർമേഘം ചലിപ്പിക്കുന്ന റബ്ബേ, സൈന്യങ്ങൾ ആട്ടി ഓടിക്കുന്ന റബ്ബേ, യഹ്സിംഹും, ഈ ശത്രുസേനയെ നീ തരിപ്പണമാക്കണേ. വൻസുർനാലയും ഒരു കേടാരി ഞങ്ങൾക്ക് ഇനി ഇസ്രത്ത് നൽകണേ. മുത്തഫഖുൻ അലൈഹി വബില്ലാഹി തൗഫീഖ്.